السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسولا، وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا، ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കരിയന്നൂർ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടിയോട് തൊട്ടുകിടക്കുന്ന ഈ പ്രദേശത്ത് ഒരുക്കിയിട്ടുള്ള റബ്ബിൻ്റെ മഹത്തായ ഒരു ഭവനത്തിൻ്റെ സമീപത്ത് നടക്കുന്ന ഈ വിജ്ഞാന വേദിയിൽ വന്നു ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തും അകലെയുമുള്ള പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യക്തവും കൃത്യവുമായ സഹായം ധാരാളമായി വർഷിച്ച, ഇവിടെ നടന്ന പ്രവർത്തനങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ത്യാഗങ്ങളുടെയുമൊക്കെ ഓർമ്മപ്പെടുത്തലുകൾ കഴിഞ്ഞ സംസാരങ്ങളിലൂടെ നിങ്ങൾ ഗ്രഹിച്ചവരാണ്. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും സമൂഹത്തോട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് വ്യക്തമായി തന്നെ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറയുമ്പോൾ എന്താണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത് എന്ന് അവരിൽ നിന്ന് തന്നെ കേൾക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ള ധാരാളം ആളുകൾ ഈ പ്രസ്ഥാനത്തെ അടുത്തറിയുകയും പള്ളികളിൽ പങ്കെടുക്കുകയും ആഴ്ചതോറും അവിടെ നടക്കുന്ന ജുമാ ഖുതുബകൾ ശ്രവിക്കുകയും അതുപോലെ തന്നെ സത്യം ഏതാണെന്ന് വളരെ നിഷ്പക്ഷമായി തന്നെ അവർ പഠിച്ചു മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രസ്ഥാനത്തെ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും അടുത്തറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള ധാരാളം മസ്ജിദുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വിളിപ്പാടകലെ പരിശുദ്ധ റമളാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ ഒരു സന്ദർഭത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ പുതിയ പുതിയ മസ്ജിദുകൾ തുറന്നു കൊടുക്കപ്പെടുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ഇന്ന് അസർ നമസ്കാരത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ മസ്ജിദു തൗഹീദ് നല്ലവരായ ഈ പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ സഹകരണത്തോടെ
മുഴുവൻ ആളുകളുടെയും നല്ല നിലക്കുള്ള പിന്തുണയോടെ മുന്നോട്ട് പോകുന്ന ഈ മഹത്തായ ഇസ്ലാമികമായ ദഅവത്തിൻ്റെ കൂട്ടായ്മ സമൂഹത്തോട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുവാനും അടുത്തറിയുവാനുമുള്ള അവസരങ്ങളാണ് ഇതേപോലെയുള്ള അവസരങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മുജാഹിദുകളുടെ ഒരു പള്ളി, സലഫികളുടെ ഒരു മസ്ജിദ് ഒരു സ്ഥലത്ത് തുറക്കപ്പെടുമ്പോൾ നമ്മളെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ചില ആളുകൾ, അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകൾ, ധാരാളം തെറ്റിദ്ധാരണകൾ അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാറും പതിവുണ്ട്. പലപ്പോഴും ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിക്കുവാൻ പലർക്കും കാരണമായി മാറുന്നതും പലരും എതിരാളികളിൽ നിന്നാണ് മുജാഹിദുകളെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനോട് ശത്രുത കാണിക്കുന്ന ആളുകളിൽ നിന്നാണ് പലപ്പോഴും അവർ കാര്യങ്ങൾ കേൾക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതിനാൽ എനിക്ക് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലുള്ള മുഴുവൻ നല്ലവരായ ജനങ്ങളോടും, അവർ ഏത് മതക്കാരാണെങ്കിലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണെങ്കിലും ആരാണെങ്കിലും, വളരെ വിനീതമായി എനിക്ക് തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നിങ്ങൾ ഈ സംസാരം ആദ്യം മുതൽ അവസാനം വരെ നിഷ്പക്ഷമായി നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കേട്ടിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. കാരണം ഇസ്ലാം എന്ന് പറയുന്ന ദീനിൻ്റെ പ്രത്യേകത തന്നെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കലാണ് നമ്മോട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനുൽ ഇസ്ലാമിൽ ബലാത്കാരത്തിൻ്റെ അല്ലെങ്കിൽ നിർബന്ധിച്ച ഒരാളെ ദീനിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രവൃത്തിയില്ല. ആളുകളുടെ മുമ്പിൽ കാര്യങ്ങൾ വ്യക്തമായി തന്നെ തുറന്നു പറയുന്നു. ബുദ്ധിയുള്ളവരും തൻ്റെ ഇടമുള്ളവരും വിവേകമുള്ളവരുമായ സ്ത്രീ പുരുഷന്മാരത് കേൾക്കുന്നു. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ അവർ ഉൾക്കൊള്ളട്ടെ. പക്ഷേ കാര്യങ്ങൾ വ്യക്തമായി പറയുക, ഇതാണ് നമ്മൾ ഏത് കാലഘട്ടത്തിലും സമൂഹത്തിൻ്റെ മുമ്പിൽ തുടർന്നു വരുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ശൈലി. നിരവധി ആരോപണങ്ങൾ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, ഞങ്ങളെ എല്ലാവരെയും കുറിച്ച്, ഇനി ഈ മസ്ജിദ് തൗഹീദിനെ കുറിച്ചും ഒക്കെ പലപ്പോഴും പല ആളുകളും പറയുന്നുണ്ടാകാം. ഇവരെന്തിനാണ് നാട്ടിലൊരു വേറെ പള്ളി ഉണ്ടാക്കി ഫിത്നയുണ്ടാക്കുന്നത്? ഇവിടെ പള്ളികളില്ലേ? അതേപോലെ തന്നെ ഇവർക്ക് അമ്പിയാക്കളില്ലല്ലോ, ഔലിയാക്കളില്ലല്ലോ. ഇവർ മുഅ്സത്തിനെയൊക്കെ നിഷേധിച്ച് കളയുന്ന, നബിമാരെയൊക്കെ കുറ്റം പറയുന്ന, ഔലിയാക്കന്മാരെയൊക്കെ തള്ളിക്കളയുന്ന, ആ ഔലിയാക്കന്മാരുടെയൊക്കെ അവരിലൂടെയൊക്കെ സംഭവിക്കുന്ന കറാമത്തുകളൊക്കെ പറ്റയില്ല എന്ന് നിഷേധിക്കുന്ന ആളുകളല്ലേ. അവർക്ക് ദിക്റില്ലല്ലോ, അവർ സ്വലാത്ത് ചൊല്ലൂലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെള്ളിയാഴ്ച ഖുതുബകൾ അങ്ങാടിയിലെ ലോക്കൽ വർത്താനം പറയുന്ന കേവല രാഷ്ട്രീയ പ്രസംഗങ്ങളല്ലേ. സ്ത്രീകൾക്കും കൂടി അവരുടെ പള്ളികളിൽ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അങ്ങനെ ആണും പെണ്ണുമൊക്കെ ഇടകലർന്ന് പല രൂപത്തിലുള്ള കാര്യങ്ങളും ദുരാരോപണങ്ങൾ വരെ നമ്മളെ സംബന്ധിച്ചൊക്കെ പല ആളുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അവർ പൊതുധാരയിൽ നിന്ന് പുറത്താണെന്നും അവർ പുത്തൻവാദികളാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തുമൊന്നും പഠിപ്പിച്ച ദീന് അവർക്ക് പരിചയമില്ലെന്നും അടുത്ത കാലത്തായിട്ട് അവരെന്തൊക്കെയോ ആലോചിച്ചുണ്ടാക്കിയ സിദ്ധാന്തങ്ങളാണ് അവർ വിളിച്ചു പറയുന്നതെന്നും, മാത്രമല്ല നാട്ടുകാരെയൊക്കെ തമ്മിൽ തല്ലിച്ച് തമ്മിൽ തെറ്റിച്ച് ആരോടും ഒരു ബന്ധമില്ലാതെ ഭയങ്കരമായ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും ആളുകളെ കൊല്ലലും ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കലും സ്നേഹത്തെ തച്ചുടക്കലും ക്രൂരതകൾ പ്രവർത്തിക്കലുമൊക്കെയാണ് അവരുടെ തൊഴിൽ, അതൊക്കെയാണ് അവരുടെ സിദ്ധാന്തങ്ങൾ എന്നൊക്കെ നട്ടാൽ മുളക്കാത്ത നുണകളുമായി ഒരുപാട് ആളുകൾ കേരളം മൊത്തം ചുറ്റി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു പക്ഷേ ഇവിടെയുള്ള ആളുകളും ചിലപ്പോൾ ചിലതൊക്കെ കേട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ എനിക്ക് തുടക്കത്തിലെ സൂചിപ്പിക്കുവാനുള്ളത്, എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ഞങ്ങളല്ലേ പറയേണ്ടത്, നമ്മളല്ലേ അത് വിശദീകരിക്കേണ്ടത്.
അതല്ലേ അതിൻ്റെ നീതി? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എത്ര തന്നെ ആരോപണങ്ങളും അതേപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളും പരദൂഷണങ്ങളും ഏഷണികളും സമൂഹത്തിൽ പറഞ്ഞാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വഹീന്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ദീനുൽ ഇസ്ലാം. അത് കേട്ടവരാണ് ആദ്യത്തെ തലമുറയായിരുന്ന സഹാബാക്കൾ. ആ സഹാബാക്കൾക്ക് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടി. അവിടുത്തെ സംസാരം കാത് നിറയെ കേൾക്കാൻ അവസരം കിട്ടി. അവിടുത്തെ സദസ്സിൽ പോയി ഇരിക്കാനും അവിടുത്തോട് സംശയങ്ങൾ ചോദിക്കാനും പഠിക്കാനും ഒക്കെ അവർക്ക് സാഹചര്യങ്ങൾ കിട്ടി. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ചു മനസ്സിലാക്കി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയി. സഹാബിമാര് പിന്നെ ഈ ദീനിവിടെ നിലനിർത്തി അതിൻ്റെ അടുത്ത തലമുറക്ക് കൈമാറി. അവരാണ് താബിഉകൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെ തലമുറകളായി ആ ഉത്തമമായ ആദ്യകാല നൂറ്റാണ്ടിൽ ഉള്ളതാണ് നമുക്കിവിടെ സമൂഹത്തോട് പറയാനുള്ളത്. പക്ഷേ പേരെന്താ? ഇവര് പുത്തൻവാദികളാണ്. ഇവര് പറയുന്നതൊക്കെ പുതിയ വാദങ്ങളാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ സാഗൂതം ശ്രദ്ധിക്കുക, വിലയിരുത്തുക. പ്രിയമുള്ളവരെ, ഇവിടെ വലിയ തർക്കം എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം സഹിച്ചത് എന്ത് പറയാനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. 5 നേരം പള്ളികളിൽ നിന്ന് അതാണ് മുഴങ്ങിക്കേൾക്കുന്നത്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പള്ളിയിൽ നിന്നും ഇനിയും അത് ഓരോ വഖത്തുകളിലൂടെയായി 5 നേരവും ഇങ്ങനെ വിളിച്ചു പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ മുന്നോടിയായി അല്ലാഹു അക്ബർ എന്ന് 4 തവണ പറയുന്നുണ്ട്. അല്ലാഹുവാണ് എല്ലാം വലിയവൻ, ഏറ്റവും വലിയവൻ അള്ളയാണ്, മഹാനാണ് അല്ലാഹു. ആ അല്ലാഹുവെ അല്ലാതെ ഞാൻ ആരാധിക്കുകയില്ലെന്ന്, അവനല്ലാതെ ഒരു ഇലാഹില്ലെന്ന്, ഒരാരാധ്യനില്ലെന്ന് ഞാനിതാ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് വിളിച്ചു പറയുന്നു നമ്മൾ. അതുപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ അല്ലാഹുവിൻ്റെ ദീനിവിടെ നമുക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിയിട്ട് 10-23 കൊല്ലക്കാലത്തെ അവിടുത്തെ ആ നുബുവത്തും കിട്ടിയതിൻ്റെ ശേഷമുള്ള ജീവിതത്തിലൂടെയും മുമ്പുള്ള കാലഘട്ടത്തിലെ അവിടുത്തെ വിശുദ്ധ ജീവിതത്തിലൂടെയുമൊക്കെ ഏറ്റവും നല്ല റോൾ മോഡലായി ഇവിടേക്ക് നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു തന്ന നേതാവാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ്. ആ റസൂല് പറഞ്ഞതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കുക, അതിനെൻ്റെ ജീവിതം സാക്ഷിയാണ് എന്നൊക്കെ അർത്ഥമുള്ള ആ ഷഹാദത്ത് കലിമകളാണ് ബാങ്കിലും അതുപോലെ തന്നെ ഇഖാമത്തുകളിലും നിസ്കാരത്തിലും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു മഹത്വമേറിയ ആദർശത്തിൻ്റെ കൃത്യമായ അധ്യാപനത്തിന് വേണ്ടി, അത് സമൂഹത്തോട് പറഞ്ഞു പഠിപ്പിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്ന ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അത്രക്ക് വേണ്ടാത്തരങ്ങളും ദുരാരോപണങ്ങളുമായിരുന്നു അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചത്. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർക്ക് വെറുപ്പുണ്ടാകാൻ കാരണം? അവർ പാരമ്പര്യമായി ഇതാണ് സത്യം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ വിശ്വസിച്ചു പോരുന്ന, അവർ ആചരിച്ചു പോരുന്ന പല കാര്യങ്ങളെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ വളരെ സ്നേഹത്തോടെ അവരോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ പിഴവിലാണ്. നിങ്ങളിപ്പോൾ നടന്നു വരുന്ന ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളുമായി നിങ്ങൾ മരണപ്പെട്ടു പോയാൽ മരണാനന്തരമുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയമാണ് ഉണ്ടാവുക എന്നും, കരിച്ചു കളയുന്ന ഏറ്റവും കഠിനകഠോരമായ അഗ്നിയിൽ നിങ്ങൾ പ്രവേശിക്കേണ്ടി വരുമെന്നുമുള്ള മുന്നറിയിപ്പ് നൽകിയപ്പോൾ ആ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന
അവരുടെ തന്നെ നാട്ടുകാരനോട് അവർക്ക് വലിയ പകയായി, വെറുപ്പായി. അങ്ങനെ പല ആരോപണങ്ങളും പിന്നെ ആ നബിയെക്കുറിച്ച് അവർ പറഞ്ഞു. ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വന്നതാണ് മുഹമ്മദ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അവർ ആരോപണം പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി വന്നവനാണെന്ന് പറഞ്ഞു. പുതിയ പുതിയ നമുക്കിടെ കാക്കകാരണവന്മാർക്കൊന്നും പരിചയമില്ലാത്ത പുത്തൻ വാദങ്ങളാണ് മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ അവർ ആരോപണം പറഞ്ഞു. ഒരുപാട് പീഡനങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, കല്ലേറുകളുണ്ടായി, വധശ്രമങ്ങളുണ്ടായി. നബിയിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ വിശ്വാസികളെ എമ്പാടും ദ്രോഹിച്ചു, മർദ്ദിച്ചു. ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് ആളുകളുടെ സമ്പത്തുകൾ കൊള്ളയടിക്കപ്പെട്ടു. ഒരുപാട് രൂപത്തിലുള്ള ക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് അവർ വിധേയരായി. ഒക്കെ കാരണം എന്തായിരുന്നു? ഒരു സത്യം പറഞ്ഞു എന്ന കാരണം മാത്രമാണ്. എന്തായിരുന്നു ആ സത്യം? പരിശുദ്ധ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കിയാൽ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏത് മതവിഭാഗക്കാരാണെങ്കിലും ഞാൻ എല്ലാവരോടും വിനയമായി അപേക്ഷിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്കിന്ന് നെറ്റിൽ സെർച്ച് ചെയ്തു നോക്കിയാലും അതുപോലെ തന്നെ എല്ലാ ഭാഷകളിലും ഇന്ന് ലഭ്യമാണ്. ഖുർആനിൻ്റെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറ, ആ വിശുദ്ധ ഖുർആൻ ഒരാളിങ്ങനെ തുടക്കത്തിലേ ഇങ്ങനെ അതിൻ്റെ പേജുകൾ മറിച്ചു തുടങ്ങുമ്പോൾ അതിൽ ആദ്യം കാണുന്ന ഒരു വിളിയുണ്ട്. ആ വിളി മുസ്ലിമീങ്ങളെ, അതല്ലെങ്കിൽ അറബികളെ എന്ന നിലക്കുള്ള വിളിയല്ല ഖുർആനിൽ കാണുന്നത്. ഖുർആൻ തുറന്നു നോക്കിയാൽ അതിൻ്റെ 1-ാമത്തെ അധ്യായം കഴിഞ്ഞ് 2-ാമത്തെ അധ്യായത്തിലെത്തിയാൽ ആദ്യത്തെ ഒരു അഭിസംബോധനയുണ്ട്. അതെന്താണ്? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മനുഷ്യരെ എന്നാ വിളിക്കുന്നത്. ഞാൻ മനുഷ്യരോട് മുഴുവനുമാ പറയുന്നത്. അത് വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയാണ്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ യജമാനനായ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കണേ. എന്തേ കാരണം? നിങ്ങൾ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതിന് എന്താണ് കാരണം? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ പടച്ചവൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെ പടച്ചവനും അവൻ തന്നെയാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി ഇതാണ് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത് ഖുർആൻ പറയുന്നു. എന്നിട്ട് പറയാണ്, ആ രക്ഷിതാവ് ആരാണ്? നിങ്ങൾ ആരാധിക്കേണ്ടുന്ന ഏകനായ ആ ആരാധ്യനായ ആ റബ്ബ് ആരാണ്? അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ സംവിധാനിച്ചു തന്നത്. ഈ ഭൂമി പടച്ചതും ഇവിടെ വേണ്ടതൊക്കെ ഒരുക്കി തന്നതും അവനാണ്. മുകളിൽ മേലാപ്പ് കെട്ടിയതുപോലെ കാണുന്ന ആകാശത്തെ സംവിധാനിച്ചവനും അതിൽ താരങ്ങളെയും ചന്ദ്രഗോളത്തെയും സൂര്യനെയും ഒക്കെ നിശ്ചയിച്ചു തന്നതും അവനാണ്. മുകളിൽ നിന്ന് നിങ്ങൾക്ക് താഴേക്കതാ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ ആവശ്യമായ നിലക്ക് ഇവിടെ ഭക്ഷണങ്ങൾ ഉണ്ടാകുവാനും ഉൽപ്പാദിപ്പിക്കുവാനും ആവശ്യമായ നിലക്ക് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നവനും അവനാണ്. ഇതൊക്കെ പറഞ്ഞിട്ടല്ല പറയുകയാണ്, ആകയാൽ ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദാ വഅൻതും തഅലമൂൻ. ആകയാൽ നിങ്ങൾ ആ അല്ലാഹുവിനൊരിക്കലും സമന്മാരെ സങ്കല്പിക്കരുത്. നിങ്ങൾ അവന് പങ്കുകാരെ, അവന് തുല്യതയുള്ള ആളുകളുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും വാദിക്കരുത്. വഅൻതും തഅലമൂന, നിങ്ങൾ നന്നായി അറിയുന്നവരാണല്ലോ ഏത് കാര്യം. മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഏത് മനുഷ്യരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതെന്തൊക്കെയാ അല്ലാഹു പറഞ്ഞത്? നമ്മെ പടച്ചവൻ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ മുമ്പുള്ളവരെ പടച്ചവൻ വേറെ ഏതെങ്കിലും പടച്ചവനാണോ? ഇവിടെ നമുക്ക് ഭൂമി സംവിധാനിച്ചു തന്നവൻ, ആകാശത്തെ സൃഷ്ടിച്ചവൻ, മഴ തരുന്നവൻ, ഇതൊക്കെ ആരാണ്? അല്ലാഹു അല്ലാതെ മറ്റാരാണ്? അത് പല മതത്തിലുള്ള ആളുകൾ വേറെ വേറെ പേരുകൾ ഒരു പക്ഷേ പറയുന്നുണ്ടാകാം. പക്ഷേ സർവശക്തനായ ആ ഒരു മഹാശക്തി, ഏകനായ പരിപാലകനായ സർവലോക പരിപാലകനായ റബ്ബ്, ആ റബ്ബാണിതൊക്കെ നിശ്ചയിച്ച് തന്നിട്ടുള്ളത് എന്ന് നിങ്ങളൊക്കെ സമ്മതിക്കുന്ന ആളുകളല്ലേ?
പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുക? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മൃഗങ്ങളെ ബലിയർപ്പിക്കുക? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടേതായ എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്ത് അവരുടെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് പോവുക? ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാൽ കാണുന്ന ഒന്നാമത്തെ പ്രത്യേകമായ വിളിയാണ് മനുഷ്യരേ എന്ന് വിളിച്ചുകൊണ്ട്. ഇസ്ലാമിന് പറയാനുള്ളത് ഇതാണ്. ഇതിലെന്തെങ്കിലും ഒരു വർഗീയതയുണ്ടോ? ഇതിലാർക്കെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടോ? എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ ഒരു പുൽക്കൊടിയെപ്പോലും മറ്റാരെങ്കിലും പടച്ചിട്ടുണ്ട് എന്ന് വേറെ ഏതെങ്കിലും ഒരു മതക്കാരുടെ വേദഗ്രന്ഥങ്ങളിൽ പോലും ഇല്ലല്ലോ. എല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ്, ഇവിടെ പടച്ചവൻ ഒന്നേയുള്ളൂ, സ്രഷ്ടാവ് ഒന്നേയുള്ളൂ, മറ്റാർക്കും ഇവിടെ ഒന്നിനെയും പടക്കാൻ കഴിയൂല. ഇപ്പൊ ലോകം എത്ര പുരോഗതിപ്പെട്ട കാലമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സത്യവിശ്വാസികളെ ഇതാ ഞാൻ നിങ്ങൾക്കൊരു ഉപമ വിശദീകരിച്ചു തരാം എന്ന് പറയുന്ന ഒരു സൂക്തം സൂറത്തുൽ ഹജ്ജിലുണ്ട്. അവിടെയും അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുവാൻ സാധ്യമല്ല എന്നാണ്. ആർക്ക് സൃഷ്ടിക്കാൻ കഴിയും? റോബോട്ടുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്, AI യുഗമാണിത്. ഇവിടെ എന്തെല്ലാം സംവിധാനങ്ങൾ പലതും ഇവിടെ പ്രോഗ്രാം ചെയ്തിട്ട് അതിനെ പഠിപ്പിച്ചു കൊടുത്തത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയും പോലെ പറയാനല്ലാതെ റോബോട്ടുകൾക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവുണ്ടോ? നമ്മൾ തലച്ചോറുകൊണ്ട് നമ്മൾ ആലോചിച്ചുകൊണ്ട് പല കാര്യങ്ങളും എടുക്കുന്ന ആ വിധത്തിലുള്ള ഒരു സംവിധാനങ്ങൾ, ആ സ്വന്തമായിട്ട് കാര്യങ്ങളെ തന്നെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവുകൾ ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. ഏതെങ്കിലും നിലവിലുള്ള ഒരു വസ്തുവിൽ നിന്ന് ഫോട്ടോസ്റ്റേറ്റ് എടുക്കാനും അതേപോലെ തന്നെ മുമ്പ് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ അനുകരിച്ചുകൊണ്ട് ചില കോപ്പികൾ ചെയ്യാനുമൊക്കെ അല്ലാതെ അത് തന്നെ പ്രോഗ്രാം ചെയ്തു കൊടുത്തിട്ട് അത് പ്രവർത്തിക്കലല്ലാത്ത ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ജീവനെ നിർമ്മിക്കുക എന്നുള്ളത്, ഒരു വസ്തുവിന് ജീവൻ കൊടുക്കുക എന്നുള്ളത് ഇവിടെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. ഒരാൾക്കും അതിന് കഴിയില്ല. അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി തന്നെ വെല്ലുവിളിച്ചതാണ്. അന്നത്തെ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹയല്ലാതെ ഒരു സൃഷ്ടാവ് ഇവിടെ വല്ലതും സൃഷ്ടിച്ച ആ നിലക്കുള്ള ഒരു സൃഷ്ടി കർമ്മം ഇവിടെ നടന്നതായി ആർക്കെങ്കിലും കാണിക്കാൻ കഴിയുമോ? അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചതായോ? മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, റബ്ബിന് പുറമെ ആരെങ്കിലും ഇവിടെ വല്ലതിനെയും സൃഷ്ടിച്ചത്? ഏതെങ്കിലും ഒരു ചെടി, ഒരു പുൽക്കൊടിയെപ്പോലും അതിന്നയാള് പടച്ചതാണ് എന്ന് പറയാൻ ഇവിടെ ആർക്കും അവകാശമില്ല. അവകാശമില്ലെന്ന് മാത്രമല്ല, അവർക്കതിന് സാധ്യമേ അല്ല. ഈ ഒരു സത്യം എല്ലാവരോടും ഏത് കാലത്തും ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ആ സ്രഷ്ടാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഈ ഒരു തത്വമാണ്. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിലെ ജനതയോടും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുത്തത്. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അറബികളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു മതമല്ല. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നാട്ടുകാർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതവുമല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവൻ നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഈ മതം അവനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ, അവൻ സർവ്വലോകരുടെയും പരിപാലകനാണ്, സർവ്വലോകരുടെയും രക്ഷിതാവാണ് അല്ലാഹു. പരിശുദ്ധ ഖുർആനോ അത് ഹുദൽ ലിന്നാസ്, മാനവ സമൂഹത്തിന് മുഴുവൻ മാർഗദർശനത്തിനുള്ള ഗ്രന്ഥമാണ്. ഏതെങ്കിലും ഒരു നാട്ടുകാർക്ക്, ഒരു വിഭാഗത്തിന് എന്നല്ല, മനുഷ്യരായിട്ട് ഇവിടെ ഏതൊക്കെ മനുഷ്യരുണ്ടോ എല്ലാവർക്കുമുള്ള വഴികാട്ടിയായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് വിശദീകരിക്കാൻ ഈ ലോകത്തേക്ക് വന്ന പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് പ്രകാരമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വലോകർക്കും കാരുണ്യമായി കൊണ്ടാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലായി അയച്ചിട്ടുള്ളത് എന്നാണ്. എങ്കിൽ ആ റസൂൽ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കൊണ്ട്
ഈ സമൂഹത്തോട് പറഞ്ഞ സത്യമാണ്. എന്ത്? ജനങ്ങളെ, നിങ്ങളുടെ ആരാധന എന്ന് പറയുമ്പോൾ അതിൽ പ്രാർത്ഥന, നേർച്ചയർപ്പിക്കൽ, ബലി കൊടുക്കൽ, സുജൂദ് ചെയ്യൽ, അതേപോലെ തന്നെ ധാരാളക്കണക്കിന് പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ സൃഷ്ടിച്ചവനായ ആ സൃഷ്ടാവിനോട് മാത്രമേ നിങ്ങൾ നിർവഹിക്കാവൂ എന്ന കൃത്യമായ സത്യമാണ് ഇവിടെ അല്ലാഹു തആല അറിയിച്ചിട്ടുള്ളത്. കാരണം ഒരുപാട് കാരണങ്ങൾ അവൻ പരിശുദ്ധ ഖുർആനിലൂടെ അതിന് പറയുന്നുണ്ട്. ഇവിടെ ലോകത്തുള്ള എല്ലാം നശിക്കും, നശിക്കാത്ത ഏകൻ അവൻ മാത്രമാണ്. ഇവിടെ എല്ലാവരും മരിച്ചു പോകുന്നവരാണ്, എല്ലാം നശിച്ചു പോകും. ഈ ഭൂമി, ആകാശം, ഇവിടെയുള്ള സർവ്വ മനുഷ്യരും, അതുപോലെ തന്നെ ജിന്നുവർഗം, ഭൂതവർഗം, മലക്കുകൾ എല്ലാവരും നശിച്ചു പോകും. ബാക്കിയാകുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രം, ഹുവൽ ഹയ്യു, അവൻ മാത്രമാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനൊഴികെ ഒരാരാധ്യനില്ല, ഫദ്ഉഹു, നിങ്ങൾ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അവനൊരു ക്ഷീണം ബാധിക്കുകയില്ല, ഒരു മയക്കം പോലും അവന് ബാധിക്കുകയില്ല. എന്നിട്ടല്ലേ ഉറങ്ങുക പോലും അവൻ ചെയ്യില്ല. എന്താ കാരണം? ഉറങ്ങുന്നവരോട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ? മയങ്ങുന്നവരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ കേൾക്കുവോ, ചിന്തിക്കുവോ, മനസ്സിലാക്കുവോ, ഉത്തരം തരുവോ? മരിച്ചുപോയവരോട് പിന്നെ കാര്യം പറയുകയും വേണ്ട. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം സമ്പൂർണമായി അവൻ്റെ കഴിവുകളും അവൻ്റെ മാത്രം പ്രത്യേകതകളും അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആ റബ്ബിനെ നമുക്ക് എവിടെ വെച്ചും വിളിക്കാം, ആ റബ്ബിനോട് നമുക്ക് എവിടെ വെച്ചും കാര്യങ്ങൾ തേടാം. ആ റബ്ബിന് എല്ലാവരെയും അറിയാം, ആ റബ്ബിന് എല്ലാ ഭാഷകളും അറിയാം, ആ റബ്ബിന് എല്ലാ മനുഷ്യരെയും പരിചയമുണ്ട്. ആ റബ്ബിന്റെ മുമ്പിൽ ഒരാളെയും ആരും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല. നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾ പോലും ആ അല്ലാഹു അറിയും. ആ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ എല്ലാവരെയും കാണുന്നു. ഏത് ശബ്ദങ്ങളും, അത് പതുക്കെയാണെങ്കിലും ഉറക്കെയാണെങ്കിലും, അടുത്തു നിന്നാണെങ്കിലും അകലെയാണെങ്കിലും, അവൻ പരിപൂർണമായി അതൊക്കെ കേൾക്കുന്നു. 1000 ജനങ്ങൾ 1000 ആവശ്യങ്ങൾക്ക് വേണ്ടി 1000 നാടുകളിൽ നിന്ന് 1000 ഭാഷകളിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് തേടിയാലും ഓരോരുത്തരുടെ പ്രാർത്ഥനയിലും അടങ്ങിയിട്ടുള്ളത് എന്താണെന്ന് വേറെ വേറെ കേൾക്കാനും അവരെ കാണാനും അവരുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തിച്ചു കൊടുക്കുവാനും എല്ലാം അറിയാവുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാവരെയും അറിയുന്ന, എല്ലാത്തിനും കഴിവുള്ള മഹത്വമേറിയ ശക്തിയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനെ വിളിച്ചിട്ടേ കാര്യമുള്ളൂ. റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രയോജനമില്ല. പരിശുദ്ധ ഖുർആൻ അതിനും ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാകാനാണല്ലോ ഉദാഹരണങ്ങൾ പറയുക. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലിയാണത്. പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം കേൾവിക്കാർക്ക് പെട്ടെന്നങ്ങ് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഉപമകൾ പറയും, ഉദാഹരണങ്ങൾ പറയും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഅദ് 14-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. ശരിയായ പ്രാർത്ഥന, യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് അവനോട് മാത്രമാണ്. റബ്ബല്ലാത്തവരെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് റബ്ബല്ലാത്തവരെ വിളിച്ച് തേടിയതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഒരാളോട് ഞാൻ അപകടം വരുമ്പോൾ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന കാര്യമല്ല ഈ പറയുന്നത്. എല്ലാവർക്കും അറിയാം അതിന് നമ്മൾ പ്രാർത്ഥന എന്ന് പറയൂല. ഞാനിവിടെ നിൽക്കുന്നു, എനിക്കൊരൽപ്പം വെള്ളം എടുത്തു തരൂ, ഒരാളോട് ഞാൻ സഹായം തേടും. അതേപോലെ തന്നെ ഞാനതാ യാത്ര ചെയ്യാനൊരു വാഹനത്തിൽ ഡ്രൈവറുടെ സഹായം തേടുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പല സാധാരണ കാര്യങ്ങളിലും നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ പരസ്പരം പലതിലും നമ്മൾ സഹായങ്ങൾ ചോദിക്കാറുണ്ട്, തേടാറുണ്ട്. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുക എന്ന് പറയാറുള്ളത്, എന്തിനാണ് നമ്മൾ ദുആ ചെയ്യുക എന്ന് പറയാറുള്ളത്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
ആ കാര്യത്തിന് അർഹതപ്പെട്ട ഒരൊറ്റ ശക്തിയേയുള്ളൂ, അവൻ അല്ലാഹു മാത്രമാണ്. ഇനി നിങ്ങൾ കേൾക്കൂ റബ്ബ് പറയുന്നത്. എന്നാൽ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ആരോടാണോ അവർ വിളിച്ചു തേടുന്നത്, അവർ ഇവർക്ക് ഉത്തരമേ ചെയ്യൂല. എന്തേ? ഏതുപോലെ? ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു. ഒരാളൊരു കിണറ്റിൻകരയിൽ പോയി നിൽക്കുകയാണ്. ആ കിണറിൽ നിറയെ ശുദ്ധജലമുണ്ട്, അയാൾക്ക് ദാഹിക്കുന്നുണ്ട്. കിണറ്റിന്റെ കരയിൽ പോയി നിന്നിട്ട് ആ കിണറിൽ നിന്ന് വെള്ളം എടുക്കുവാൻ കപ്പിയും കയറുമൊന്നും ഇറക്കാതെ, അല്ലെങ്കിൽ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം അടിച്ച് കയറ്റാതെ, യാതൊരു ഉപകരണങ്ങളുമില്ലാതെ അയാൾ കിണറ്റിൻകരയിൽ നിന്നുകൊണ്ട് വെള്ളം തരണേ, വെള്ളം തരണേ എന്നിങ്ങനെ ശുദ്ധവെള്ളത്തിലേക്ക് കൈനീട്ടി പിടിച്ചാൽ വമാ ഹുവ ബിബാലിഗിഹി, അതവന്റെ വായിൽ എത്തുകയില്ലല്ലോ. ഇതേപോലെയുള്ള വിഡ്ഢിത്ത പ്രവർത്തനമാണ് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നത്. ഇവർക്ക് സഹായം ചെയ്യാനോ ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവാനോ റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്കതിന് സാധ്യമേ അല്ല. ഇത്ര ലളിതമായിട്ടാണ് ഇസ്ലാം ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുന്നത്. ഇതിനെതിരെ ചെയ്യുമ്പോഴാണ് സമൂഹത്തിൽ ഈ ശിർക്ക് സംഭവിക്കുന്നത്. സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ. നമ്മൾ ശിർക്കിനെ എല്ലാവരും ഭയപ്പെടുന്നവരാണ്. എന്താണ് ഈ ശിർക്ക്? ഈ ലോകം പടച്ചത് 2 പടച്ചവന്മാരാണ് എന്ന് വിശ്വസിക്കല, അത് മാത്രമാണോ ശിർക്ക്? അങ്ങനെ ഇവിടെ ആരും പറയുന്നില്ല. ഈ ലോകത്ത് പടച്ചവന്മാർ കുറേ ഉണ്ട് എന്ന് ആരും പറയുന്നില്ല. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഒരു മതവിശ്വാസിക്കും ആ വിശ്വാസമല്ല, ഒരുപാട് പടച്ചവന്മാരിവിടെ ഉണ്ട് എന്ന് ആരും പറയുന്നില്ല. എങ്കിൽ ആ റബ്ബ് നമ്മളോട് വളരെ കൃത്യമായി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവനിൽ നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നുള്ളത്. അവൻ്റെ മാത്രമുള്ള പ്രത്യേകതകൾ, ആ പ്രത്യേകതകൾ മറ്റുള്ളവർക്ക് കൂടി ആരോപിച്ച് അവരിലും ആ കഴിവുകളുണ്ട്, പക്ഷേ അതൊക്കെ അള്ള കൊടുത്തതാണ് എന്ന ഒരു പ്രത്യേകമായ വാചകം കൂട്ടിച്ചേർത്ത് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ഇവർക്കൊക്കെ അള്ള കേൾക്കും പോലെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയുമെന്നും കാണാൻ കഴിയുമെന്നും നമ്മുടെ മനസ്സുപോലും അവർക്ക് വായിക്കാൻ അറിയുമെന്നും നമ്മെ സഹായിക്കുമെന്നും നമ്മെ കാക്കുമെന്നും നമുക്ക് രക്ഷ നൽകുമെന്നുമൊക്കെ അല്ലാഹുവല്ലാത്തവരെ കുറിച്ച് അവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബല്ലാത്തവരെ കുറിച്ച് ആ വിശ്വാസമാണ് അവരിന്ന് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അല്ലാഹുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ചിന്തിക്ക്, അല്ലാഹുവേ കാക്കണേ എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താണ്? റഹ്മാനായ റബ്ബ് ഞാൻ എവിടെ വെച്ച് അവനെ വിളിക്കുകയാണെങ്കിലും എൻ്റെ വിളി അവൻ കേൾക്കും, ഉറപ്പാണ്. ഏത് ഭാഷയും അവന് പ്രശ്നമല്ല, ഏത് നാട്ടുകാരായാലും അവന് പ്രശ്നമല്ല, എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അവന് പ്രശ്നമല്ല. അടുത്താണെങ്കിലും അകലെയാണെങ്കിലും എന്ന ഒരു വ്യത്യാസം അവനില്ല. ഉറക്കെയാണോ ചോദിക്കുന്നത്, പതുക്കെയാണോ വിളിക്കുന്നത്, ആ വ്യത്യാസമേ അവനില്ല. രഹസ്യ പരസ്യ വ്യത്യാസങ്ങളില്ല. കണ്ടതും കാണാത്തതും എന്ന വ്യത്യാസം അവനില്ല. ഈ വിധത്തിലൊക്കെ വ്യക്തമായ നിലക്ക് എല്ലാം കേൾക്കാനും കാണാനും കഴിയുന്ന അറിവുള്ള റഹ്മാനായ റബ്ബാണ് എൻ്റെ രക്ഷിതാവ്. അതുകൊണ്ട് അവൻ എൻ്റെ ദുആ കേൾക്കും, എനിക്ക് ഉത്തരം തരും. അതിനവൻ കഴിവുള്ളവനാണ്. അവൻ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ്, കാരുണ്യവാനാണ്. ഇതൊക്കെയാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വിശ്വാസങ്ങൾ. ഇതേപോലെ ഇവിടെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, മുഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മടവൂര് ശൈഖേ രക്ഷിക്കണേ, മമ്പറത്തപ്പാപ്പ കാക്കണേ, ഏർവാടിയിലെ ഇബ്രാഹിം ബാദിഷാ രക്ഷിക്കണേ, അജ്മീർ ഹാജ കാക്കണേ എന്നൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ മനസ്സിലെ വിശ്വാസം എന്താണ്? ഇതൊക്കെ ഇവരും അള്ള കേൾക്കും പോലെ കേൾക്കും, കാണും, അറിയും. പക്ഷേ ഒരു വ്യത്യാസമുണ്ടതെന്താ? അള്ളാഹുവിൻ്റെ ആ കഴിവുകളൊക്കെ ആരും കൊടുത്തതല്ല. അതേപോലെ തന്നെ ഞങ്ങൾ പറയുന്ന മറ്റു മഹാത്മാക്കളെന്ന് ഞങ്ങൾ പറയുന്ന ആളുകൾക്ക് അവരുടെ സ്വന്തം കഴിവല്ല, അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ഞങ്ങളുടെ വിളി കേൾക്കും, ഞങ്ങളെ കാണും, ഞങ്ങളെ സഹായിക്കും,
ഞങ്ങൾക്ക് കാവൽ തരും. ഇതൊക്കെയാണ് അവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത്. അല്ലാഹു തആല അങ്ങനെ ഒരു കഴിവ് ഒരാൾക്കും ഈ ലോകത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ എവിടുന്ന് വിളിച്ചാലും നമ്മെ കേട്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ കേട്ട്, വിളിച്ചാൽ വിളി കേട്ട് ഉത്തരം ചെയ്ത് നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ രക്ഷിക്കാനും ഞാനിതാ ചില ആളുകളെ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. ജനങ്ങളെ, നിങ്ങളിനി അവരോട് വിളിച്ചോളൂ, എന്നോട് വിളിച്ചിട്ട് കാര്യമല്ല. കാരണം ഞാൻ നിങ്ങൾ വിളിച്ചാലൊക്കെ കേൾക്കുന്നതിനേക്കാളും ഉന്നതമായ പദവിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ സാധാരണക്കാരും തെറ്റുകൾ ചെയ്തവരുമൊക്കെ നബിമാരോടും ഔലിയാക്കളോടും ആ നിലക്കുള്ള ആളുകളോടുമൊക്കെ നിങ്ങൾ തേടിക്കോളൂ. അതാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ നല്ലത്. എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നാണ്ട് ഉത്തരം കിട്ടൂല. അതിനൊന്നും നിങ്ങൾ അത്രമാത്രം എന്നോട് തേടാൻ മാത്രം നിങ്ങൾ യോഗ്യരല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന റഹ്മാനും റഹീമുമായ റബ്ബ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറിച്ചാ പറയുന്നത്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. യജമാനനായ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇത് അല്ലാഹുവിന്റെ വാക്കാണ്. ഇത് പരിശുദ്ധ ഖുർആനിലുള്ള വാക്കാണ്. പറയാൻ അധികാരമുള്ളവന്റെ അധികാരത്തോടെയുള്ള സ്വരമാണത്. പറയാൻ അവകാശമുള്ളവൻ അവന്റെ അവകാശത്തോടുകൂടി നമ്മെ പഠിപ്പിച്ചതാണത്. ഇങ്ങനെ ഇവിടെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? മഹാനായ ഈ ഖുർആൻ നമുക്ക് ഓതി കേൾപ്പിച്ചു തന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അവിടുത്തെ സഹാബത്തിന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി, ആ മുത്തു മുസ്തഫാക്ക് തന്നെയും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി. ആ സഹാബിമാരുടെ പ്രശ്നങ്ങൾ കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട അനുയായികളെ, നിങ്ങൾ ബുദ്ധിമുട്ടുകളാവുമ്പോൾ, നിങ്ങൾ രോഗികളാകുമ്പോൾ, നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ, നിങ്ങൾ പ്രയാസത്തിലകപ്പെടുമ്പോൾ നിങ്ങൾ എന്നോടാണ് വിളിച്ചു തേടേണ്ടത്. നിങ്ങൾ എന്നോടാണ് വിളിച്ചു തേടേണ്ടത്. ജീവിതകാലത്തും നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തിലേക്ക് നിങ്ങളെ ഞാൻ യാത്രയയക്കുമ്പോ നിങ്ങൾക്കവിടെ പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ എന്നെയാണ് വിളിക്കേണ്ടത്. എന്നോടാണ് നിങ്ങൾ സങ്കടം പറയേണ്ടത്. ഇനി ഞാൻ വഫാത്തായിട്ട് ഈ ഭൂമിപ്പുറത്ത് നിന്ന് ബർസഖിന്റെ ലോകത്തേക്ക് ഞാൻ യാത്രയായി കഴിഞ്ഞാലും നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ച് പങ്കുവെക്കണേ, എന്നോട് തേടണേ, എന്നോട് സഹായം അഭ്യർത്ഥിക്കണേ. ഞാൻ നിങ്ങൾക്ക് അള്ളാന്റെ വക്കൽ നിന്ന് വാങ്ങിത്തന്നോളാം എന്നല്ലാതെ നിങ്ങളാരും റബ്ബിനോട് നേരിട്ട് വിളിക്കല്ലേ, റബ്ബിനോട് നിങ്ങൾ വിളിച്ച് തേടല്ലേ എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ഏതെങ്കിലും ഒരു ഹദീസിന്റെ തുണ്ട് പോലുമുണ്ടോ? ഒരു തെളിവിന്റെ ഒരു ചെറിയ ഭാഗം പോലുമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇല്ലല്ലോ. മറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവിടുത്തെ സഹാബിമാര് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു ദുആ അങ്ങ് പഠിപ്പിച്ചു തരണം. ആ ദുആ എനിക്ക് എപ്പോഴും എൻ്റെ റബ്ബിനോട് ചോദിക്കാനുള്ള ദുആയാവണം. എനിക്ക് നിസ്കാരത്തിലും അത് ചോദിക്കാം, മറ്റു സമയത്തും എനിക്ക് എൻ്റെ റബ്ബിനോട് ചോദിക്കാലോ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടക്കുന്ന ഉറ്റ സ്നേഹിതനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നാവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു ദുആ. ആ ദുആ ഏതായിരുന്നു? അബൂബക്കറെ, നീ എന്നെ വിളിച്ചോളണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ ഏതെങ്കിലും നാട്ടിലേക്ക് യാത്ര പോകുമ്പോ നിനക്ക് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ചോ, ഞാൻ മരിച്ചാലും എന്നെ വിളിച്ചോ. അതല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. മറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അബൂബക്കറെ, നീ പ്രകാരം പ്രാർത്ഥിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. ഞാൻ എന്തിനാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഓർമ്മപ്പെടുത്തിയത്? അബൂബക്കർ ഫിൽ ജന്ന,
അബൂബക്കർ സ്വർഗത്തിലാണെന്ന് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂല് എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരൂ എന്ന് പറയുമ്പോൾ ഏറ്റവും മുന്തിയ ദുആയല്ലേ പഠിപ്പിച്ചു കൊടുക്കുക. ആ ദുആയിൽ പറയുന്നത് എന്താണ്? അബൂബക്കറേ, നീ പ്രകാരം പ്രാർത്ഥിച്ചോളൂ. അല്ലാഹുവേ, ഞാൻ എന്നോട് തന്നെ ഒരുപാട് അക്രമങ്ങൾ പ്രവർത്തിച്ചവനാണ്, എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാ. കാരണം നീയല്ലാതെ പാപം പൊറുക്കുന്നവനില്ല. നീയാണല്ലോ എല്ലാ പാപങ്ങളും പൊറുക്കാൻ കഴിവുള്ളവൻ. നീയാണല്ലോ ഏറെ കാരുണ്യമുള്ളവനും റഹീമുമായവൻ. നീ മാത്രമാണല്ലോ. നോക്കണം നിങ്ങൾ, നമ്മൾ പാപം ചെയ്താൽ നമ്മൾ മനുഷ്യരല്ലേ? ഖിയാമത്ത് നാൾ വരേക്കുമുള്ള എല്ലാ ജനങ്ങൾക്കും അല്ലാഹുവിൻ്റെ റസൂല് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ദുആ ലോകത്ത് എല്ലാവർക്കും അത് മാതൃകയാണ്. നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാലോ, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ നബിമാരല്ലല്ലോ. നബിമാരില്ലെന്ന് അബദ്ധങ്ങൾ വരാതെ അള്ളാന്റെ കാവല് കിട്ടുന്ന മഹാന്മാരാണ്. അമ്പിയാക്കന്മാരില്ലെന്ന് വലിയ പാപങ്ങളൊന്നും സംഭവിക്കൂല. കാരണം എന്താണ്? അവർക്ക് അല്ലാഹുവിൻ്റെ കാവലുണ്ടാകും. നമുക്കങ്ങനെ കാവലില്ലാത്ത സാധാരണ മനുഷ്യരല്ലേ നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് വരുന്ന അബദ്ധങ്ങൾ, നമ്മളിൽ നിന്ന് വരുന്ന തെറ്റുകുറ്റങ്ങൾ, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നതിൽ നിന്ന് വിരുദ്ധമായിട്ട് നമ്മൾ വഴിതെറ്റിപ്പോയാൽ നമ്മൾ ഖേദിച്ച് മടങ്ങേണ്ടത് ആരിലേക്കാണ്? പാപം പൊറുത്ത് തരണേ എന്ന് നമ്മൾ കേണ് പറയേണ്ടത് ആരോടാണ്? മുത്ത് മുസ്തഫ പഠിപ്പിച്ചു കൊടുക്കുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. ലോകത്തിന് പഠിപ്പിക്കുകയാണ്, പാപങ്ങളും തെറ്റുകുറ്റങ്ങളും വന്നുപോയ ആണാവട്ടെ പെണ്ണാവട്ടെ, നിങ്ങൾ തേടേണ്ടത് റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് മാത്രമാണ്. കാരണം ആ റബ്ബിനെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ചില ആളുകൾ ഇതാ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളോട്. ഇവര് അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പാപം പൊറുക്കണേ എന്ന് പറയാത്ത ടീമാണ്. അതുകൊണ്ട് അവരുടെ പള്ളിയിലേക്ക് പോകരുത്, അവരുടെ പ്രസംഗം കേൾക്കരുത്. ഇവർക്ക് മുത്തുനബിയോട് വെറുപ്പാണ്, ഇവർക്ക് മുത്തുനബിയോട് സ്നേഹമില്ല, ഇവർക്ക് ഔലിയാക്കളോട് സ്നേഹമില്ല. എന്താണ് അവർ പറയുന്ന കാരണം? ഇവർ നബിയോടോ ഔലിയാക്കന്മാരോടോ ഒന്നും വിളിച്ചിട്ട് ഞങ്ങളുടെ പാപം പൊറുക്കണേ എന്ന് നബിമാരോടോ നബിയോടോ ഔലിയാക്കളോടോ തേടാൻ പാടില്ലെന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അവരോടൊന്നും സ്നേഹമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ പാപം പൊറുക്കണമെങ്കിൽ അല്ലാഹുവിനോട് നേരിട്ട് പറയാൻ പാടില്ലായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ നേതാവ് റബ്ബിനോട് നേരിട്ട് പാപമോചനത്തിന് വേണ്ടി തേടിക്കോ അബൂബക്കറേ എന്ന ആശയമുള്ള ദുആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നോ? ശരിക്കും നിങ്ങൾ ആലോചിക്ക്. ബുദ്ധിയുള്ളവരല്ലേ നമ്മൾ. നമുക്കിവിടെ ആരോടും വഴക്കില്ലല്ലോ, വാശിയില്ലല്ലോ. പറയുന്നതൊക്കെ ദീനല്ലേ. അബദ്ധങ്ങൾ സംഭവിച്ചാൽ നമ്മൾ അള്ളാഹുവിനോടാണ് പറയേണ്ടത്, റബ്ബേ പൊറുത്തു തരണം, റബ്ബേ നീ മാപ്പാക്കണം. നമ്മൾ എത്രയാണ് റമദാനിലും അല്ലാത്ത കാലത്തുമൊക്കെ പാതിരാവുകളിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോടല്ലേ നമ്മൾ കരഞ്ഞു പറയാറുള്ളത്, റബ്ബേ പാപങ്ങൾ പൊറുക്കുന്നവനായ റബ്ബേ എൻ്റെ ചെറുതും വലുതുമായ സർവ്വ പാപങ്ങളും നീ പൊറുത്തു തരണേ അല്ലാ. ഇതല്ലേ പ്രിയമുള്ളവരെ നമ്മൾ തേടാറുള്ളത്. ഞാൻ എന്തിനാ ഇത് സൂചിപ്പിക്കുന്നത്? ഈ കാര്യത്തിൽ പോലും നമ്മെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് എന്താ? അവർ നബിയോട് തേടൂല. ഇവരാകട്ടെ അവർ സമൂഹത്തോട് പറയുന്നത്, പാപം നമ്മൾ ചെയ്താൽ ആ പാപം പുറത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് നേരിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അവിടുത്തെ ഖബറുണ്ട്. ആ മദീനയിൽ പോയിട്ടോ ഇനി പോകാൻ കഴിയാത്തവർ അവരവരുടെ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും പള്ളികളിൽ വെച്ചിട്ടുമൊക്കെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു നബിയേ, എണ്ണമറ്റ പാപങ്ങൾ ചെയ്തയാളാണ് ഞാൻ നബിയേ,
ഞാൻ അങ്ങയോട് അവലാതി പറയുകയാണ്, എൻ്റെ പാപം പൊറുക്കണേ എന്ന് നബി തങ്ങളോട് വിളിച്ച് തേടാത്ത ആളുകളൊക്കെ മുനാഫിക്കുകളാണ്. അവരൊക്കെ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തായ പുത്തൻവാദികളാണ്. അവർ പിഴച്ചവരാണ്, പിഴപ്പിക്കുന്നവരാണ്. ഇതെങ്ങനെ ശരിയാകും? അതല്ലേ അവർ മൗലിദിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാതേറി ഞാൻ അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. അവരുടേതായ പള്ളികളിൽ വെച്ച് അവർ ഈ മങ്കൂസ് മൗലീദ് ഓതുമ്പോ വീടുകളിൽ വെച്ച് അവർ നബിദിനത്തിനും അല്ലാതെയും റബീഉൽ അവ്വലിലും അല്ലാതെയും ഒക്കെ ഈ മൗലീദ് ഓതുമ്പോ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തോട് പറയുന്നു, അള്ളാന്റെ റസൂലിനെ ബഹുമാനിക്കാൻ എന്ന പേരിൽ ഒരു തലയണ വെച്ച് അതിന്മേൽ മറ്റൊരു വെള്ളമുണ്ടും വിരിച്ച് അതിന്മേൽ മൗലിദ് കിതാബും നിവർത്തി വെച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്, നബിയേ, എണ്ണമറ്റ പാപങ്ങൾ ചെയ്തവനാണ് ഞാൻ, എണ്ണമറ്റ ദോഷങ്ങൾ ചെയ്തവളാണ് ഞാൻ. മുത്തുനബിയേ, ഞാനതിൻ്റെ പരിഹാരത്തിന് വേണ്ടി, എൻ്റെ പാപം പുറത്ത് കിട്ടാൻ വേണ്ടി ഞാനിതാ അങ്ങയോട് പരാതി പറയുന്നു, ആവലാതി ബോധിപ്പിക്കുന്നു എന്നും പറഞ്ഞ് നബി തങ്ങളെ വിളിച്ച് തേടുന്ന വരിയാണ് മങ്കൂസ് മൗലിദിലുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് മുത്ത് മുസ്തഫായെ മദ്ഹ് പറയലല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ആശയത്തിന് വിരുദ്ധമായ കാര്യമാണ് അതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഞാൻ ഈ ഉദാഹരണം പറയുന്നത്? പലപ്പോഴും നബിയോട് സ്നേഹമില്ലാത്ത വിഭാഗമാണെന്ന് നമുക്ക് ആരോപണം കേൾക്കേണ്ടി വരുന്നുണ്ട്. നാടൊട്ടാകെ അത് പറയുന്നുണ്ട്. യാത്രകൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പല വിഭാഗം ആളുകളും നടത്തുമ്പോൾ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിൽ വെച്ച് മുജാഹിദുകളായ നമ്മെ സംബന്ധിച്ച് പറയുന്നു, അവർക്ക് നബിയോട് വെറുപ്പാണ്, അവർക്ക് നബിയോട് ബഹുമാനമില്ലാത്ത ആളുകളാണ്. എന്താ അതിനുള്ള കാരണം പറയുന്നത്? നമ്മൾ പാപം പുറത്ത് കിട്ടാൻ അള്ളാഹുവിനോട് മാത്രമാണ് തേടാറുള്ളത്. അത് മുത്ത് മുസ്തഫ പഠിപ്പിച്ചതാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തതാണ്. നിസ്കാരത്തിൽ നമ്മളൊക്കെ സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് അത്തഹിയാത്ത് ചൊല്ലുമ്പോ പാപം പുറത്ത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ദുആ നമ്മൾ അവിടെയും ചൊല്ലുന്നില്ലേ? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ സറർതു വമാ അലൻതു വമാ സറഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ നീട്ടിവെച്ചതും മുമ്പേ ചെയ്തു പോയതും അങ്ങനെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ എനിക്കറിയുന്നതും ഞാൻ പറഞ്ഞു. അറിയാത്ത എത്രയോ പാപങ്ങൾ എന്നിൽ നിന്ന് വന്നു പോകുന്നുണ്ടാകും. റബ്ബേ, നീ അതിക്ക് എല്ലാം പുറത്തു തരണേ. ഇതല്ലേ ഉമ്മമാരെ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് റബ്ബിനോട് പറയുന്നത്? അവിടെ റസൂലുള്ളാഹിനോട്, റസൂലേ, നബിയേ, നിങ്ങൾ എൻ്റെ പാപം പൊറുക്കണേ എന്നാണോ? അള്ളാഹുവിനോടല്ലേ നേരിട്ടാ പറയുന്നത്? അതല്ലേ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അതല്ലേ സഹാബിമാര് പഠിപ്പിച്ചത്? രോഗിയായി കഴിഞ്ഞാൽ രോഗശിഫക്ക് വേണ്ടി നമ്മൾ തേടുന്നത് റബ്ബിനോടല്ലേ? നമുക്ക് അസുഖം വന്നാൽ നമ്മുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ആരോടാ പറയുന്നത്?
വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് നമ്മളോട് പറയാൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് പറയുകയാണ്, ഓ നബിയേ, ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വല്ലാത്ത വേദനയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ എന്താ പഠിപ്പിച്ചു കൊടുത്തത്? നീ എന്ത് ചെയ്യണം? വേദനയുള്ള ഭാഗത്ത് കൈവച്ചോ, എന്നിട്ട് ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ, റബ്ബിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് 3 തവണ നീ ബിസ്മില്ല ചൊല്ലിക്കോ. തുടർന്നുകൊണ്ട് നീ ഇപ്രകാരം പറഞ്ഞോളൂ, അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. എൻ്റെ റഹ്മാനായ റബ്ബിനോട് ഞാനിതാ അവൻ്റെ സർവ്വ ഖുദ്റത്തിലും ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ അവനോട് കാവൽ തേടുന്നു. ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് ശിഫയാക്കി തരണേ. എന്തെന്ത് രോഗങ്ങളൊക്കെയാ എനിക്ക് വരാൻ പോകുന്നത് എന്ന പേടി എനിക്കുണ്ട് അല്ലോ, അതിൽ നിന്നൊക്കെ നീ എനിക്ക് കാവല് തരണേ എന്നർത്ഥം വരുന്ന ആ ദുആ 7 തവണയും നീ പറഞ്ഞോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തില്ലേ? സന്താനങ്ങളില്ലാത്ത നബിമാര്, സക്കരിയ നബി അലൈഹിസ്സലാം മക്കളെ കിട്ടാൻ ആരോടാ തേടിയത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെ ദുആ പരിശുദ്ധ ഖുർആനിലില്ലേ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം വന്നപ്പോ അദ്ദേഹം തേടിയ തേട്ടം ഖുർആനിലില്ലേ? ശത്രുവിന്റെ മുഖത്തേക്ക് അതാ ശത്രു ആക്രമിക്കാൻ വരുന്ന ഘട്ടത്തിൽ മഹാന്മാര് തേടിയ തേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിലില്ലേ? നോക്കൂ പ്രിയപ്പെട്ടവരെ, രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ എനിക്കും നിങ്ങൾക്കും ചൊല്ലാൻ എത്ര ദിക്റുകളാ, പ്രാർത്ഥിക്കാൻ എത്ര ദുആകളാ. അതുപോലെ തന്നെ ചൊല്ലി അല്ലാഹുവിനോട് നമ്മുടെ സങ്കടം പറയാൻ എത്രയെത്ര സൂറത്തുകളാണ്. അവയൊക്കെയും നിങ്ങൾ നോക്കൂ, അല്ലാഹുവിനോടല്ലാത്ത ഒരു ദുആ ഉണ്ടോ? റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥനയുണ്ടോ? അല്ലാഹുവിനോടല്ലാത്ത ആ നിലക്കുള്ള ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ചോദിച്ചുകൊണ്ടുള്ള ഒരു വിളിയെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളിലുണ്ടോ? ഇതല്ലേ മുജാഹിദുകൾ പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഈ ഒരു കാര്യം പറയുമ്പോ അതിന് വിരുദ്ധമായിട്ടാണ് മറ്റു ചില ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. മുജാഹിദുകൾ അവര് അല്ലാഹുവിനോട് മാത്രം തേടാൻ കാരണം അവർക്ക് അമ്പിയാക്കളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, ഔലിയാക്കളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ള ആരോപണമാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബിമാര് ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമ്പോ അവർക്ക് അവിടെ വെച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും പലവിധത്തിലുള്ള പ്രശ്നങ്ങളിൽ അവർക്ക് ഉത്തരം കിട്ടാതെ അവർ വിഷമിക്കാറുണ്ട്. അവരവിടെ നിന്നുകൊണ്ട് മദീനത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് തേടാറാണോ പതിവുള്ളത്? ഒരിക്കലുമല്ല. അവർ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് നബി തങ്ങളോട് അവരുടെ യാത്രകളുടെ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കാറാണ് പതിവുള്ളത്. എന്തേ അവർക്ക് നബിയിൽ വിശ്വാസമില്ലേ? നബി തങ്ങളുടെ കഴിവിൽ അവർക്കെന്തേ വിശ്വാസക്കുറവുണ്ടോ? ദൂരദേശത്തേക്ക് പോകുമ്പോ അന്ന് ഫോൺ വിളിക്കാൻ സംവിധാനങ്ങളില്ല, ഇന്റർനെറ്റ് സംവിധാനങ്ങളില്ല, വാട്സപ്പുകളില്ല, യൂട്യൂബ് സംവിധാനങ്ങളോ ഒന്നും തന്നെയില്ല. എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്ത് പോയി വരുന്ന സഹാബിമാർക്ക് അവരുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടാകാറുണ്ട്, ഉളുവെടുക്കുമ്പോൾ സംശയമുണ്ടാകാറുണ്ട്, ഉളുവിന് പകരം ചെയ്യുന്ന തയമ്മുമിന്റെ കാര്യത്തിൽ സംശയമുണ്ടാകാറുണ്ട്. 100 കൂട്ടം കാര്യങ്ങളിൽ അവർക്ക് സംശയമുണ്ടാകുമ്പോ അവരവിടെ വെച്ചുകൊണ്ട് നമ്മളിപ്പോ എവിടുന്ന് തേടിയാലും മദീനത്തുള്ള അള്ളാന്റെ റസൂല് കേൾക്കുമല്ലോ. കാരണം എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നയാളാണ് ഞങ്ങളുടെ മുത്തുനബി എന്നായിരുന്നുവോ സഹാബിമാരി വിശ്വസിച്ചത്? എങ്കിൽ അവരവിടെ വെച്ചല്ലേ തേടേണ്ടിയിരുന്നത്. മറിച്ചങ്ങനെ തേടിയില്ല. അവർ മദീനത്ത് വന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ നബിയോട് ചോദിച്ചു പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അതാ സഹാബത്തിന്റെ വിശ്വാസം, അതാ സഹാബത്തിന്റെ വിശ്വാസം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കിടക്കുന്ന ദിവസം തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ജനാസ അതാ ഖബറിലേക്ക് താഴ്ത്തിയിട്ടില്ല. മരണപ്പെട്ട ആ ദിവസത്തിൽ, അവിടുന്ന് വഫാത്തായ ദിവസത്തിൽ അവിടെ കൂടിയ സഹാബിമാർക്കിടയിൽ
പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. അതിലൊരഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു? അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ശറഫാക്കപ്പെട്ട തിരുശരീരം എവിടെയാണ് അടക്കേണ്ടത്, എവിടെയാണ് ഈ ഖബർ അവർക്ക് വേണ്ടി ഒരുക്കേണ്ടത്? ആ അഭിപ്രായ വ്യത്യാസം സഹാബിമാർക്കിടയിലുണ്ടായി. പല അഭിപ്രായങ്ങളും പലരും തുറന്നു പറഞ്ഞു. അവസാനം അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത പരിഹാരമാണ് ചെയ്തത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, നമ്മൾ തർക്കിക്കേണ്ടതില്ല, നമ്മൾ എന്തിനാ അഭിപ്രായ വ്യത്യാസത്തിലാകുന്നത്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. നബിമാർ എവിടെയാണോ വഫാത്തായി കിടക്കുന്നതെങ്കിൽ അവിടെയാണ് അവർക്കുള്ള ഖബർ ഒരുക്കേണ്ടത്. തർക്കം അവിടെ തീർന്നു. അവരവിടെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വെച്ചാണ് മുത്തുനബി വഫാത്തായത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ അവർ ഖബർ ഒരുക്കുകയാണ് ഉണ്ടായത്. ഒരുപാട് നേരം അവർ തർക്കിച്ചപ്പോഴും ഒരു സഹാബിക്കും തോന്നിയില്ലല്ലോ നമ്മൾ എന്തിന് തർക്കിക്കണം. എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ പോലും അറിയാൻ കഴിവുള്ള മുത്തുനബിയല്ലേ ഈ കിടക്കുന്നത്. ഖബറിന്റെ ഉള്ളിലേക്ക് പോലും നമ്മൾ മറമാടിയിട്ടില്ലല്ലോ. നമുക്കൊന്ന് കൂട്ടമായി അവിടെ പോയി നിന്നിട്ട് നബിയോട് ചോദിക്കാം, ഓ നബിയേ, ഞങ്ങളൊരു അഭിപ്രായ വ്യത്യാസത്തിലാണ്, അങ്ങ് മരിച്ചല്ലോ, ഇനി അങ്ങയുടെ ഈ ഭൗതികമായ ഈ ശറഫാക്കപ്പെട്ട ശരീരം ഞങ്ങളെവിടെയാണ് അടക്കേണ്ടത്? നിങ്ങളൊന്ന് ഞങ്ങൾക്ക് മറുപടി തരൂ എന്ന് നബി തങ്ങളോട് പോയിട്ട് അവിടെയുള്ള ഒരൊറ്റ സഹാബിയും ചോദിക്കാത്തതെന്തുകൊണ്ട്? അള്ളാന്റെ റസൂലിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്നുണ്ടെങ്കിൽ ഇനി ഉത്തരം നബി തങ്ങൾ പറയൊന്നും വേണ്ട. ആ കിടക്കുന്ന കിടപ്പില്ലെന്ന് അള്ളാഹുവിന്റെ റസൂലെന്നങ്ങ് വിരലുയർത്തിയാൽ പോരെ. ഇവിടെനോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും ഒന്നാംഗ്യം കാണിച്ചുകൊണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തരും എന്ന് സഹാബാക്കൾക്ക് എന്തേ വിശ്വാസമില്ലാതിരുന്നത്? അവർക്കറിയാം അള്ളാന്റെ റസൂല് മൗത്തായിട്ടുണ്ട്. ആ നബിയോട് പോയിട്ട് ചോദിച്ച് സഹായം തേടേണ്ട സമയമല്ല ഇത്. കാരണം അവിടുന്ന് വഫാത്തായിരിക്കുന്നു. രണ്ടാമത്തെ തർക്കം നോക്കൂ. മറ്റൊരു തർക്കം അതെന്താ? ആരായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ഭരണാധികാരിയാവേണ്ടത്? ചൂട് പിടിച്ച തർക്കങ്ങൾ നബി തങ്ങളുടെ ആ ജനാസ ഖബറടക്കുന്നതിന്റെ മുമ്പാണ് ഈ പറയുന്നത്. അവിടെ ഒരു പന്തലിൽ വെച്ച് തർക്കം നടക്കുകയാണ്. ആരാവണം ഇനിയത്തെ ഖലീഫ? ആ തർക്കം കൊടുമ്പിരി കൊണ്ടപ്പോഴും അവരിൽ ഒരാൾക്ക് പോലും തോന്നിയില്ലല്ലോ, ഒരു സഹാബ പുരുഷനും തോന്നിയില്ല, ഒരു സഹാബ സ്ത്രീക്കും തോന്നിയില്ല. എന്തിനാ നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്നത്? മുത്ത മുസ്തഫായുടെ ശറഫാക്കപ്പെട്ട ശരീരം അവിടെയുണ്ടല്ലോ, നമുക്കൊന്ന് പോയിട്ട് ചോദിക്കാലോ നബിയെ, ആരായിരിക്കണം ഖലീഫയാവേണ്ടത്? എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് ഉദ്ദേശിക്കുന്ന ഖലീഫയുടെ നേരെ ഇതാ എന്ന് പറഞ്ഞുകൊണ്ടെന്ന് വിരൽ ചൂണ്ടിയാൽ നമ്മുടെ പ്രശ്നം അവസാനിക്കുമല്ലോ എന്ന് സഹാബിമാരെന്തുകൊണ്ട് ചിന്തിച്ചില്ല? അവരെന്തുകൊണ്ട് പോയില്ല? അവർക്കറിയാം ജീവിച്ചിരിക്കുന്ന നബി തങ്ങളെപ്പോലെയല്ല വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തോട് ഇപ്പൊ പോയി ചോദിച്ചത് കൊണ്ട് അവിടുന്ന് നമ്മുടെ ഈ പ്രാർത്ഥന കേട്ടിട്ട് നമുക്ക് ഉത്തരം ചെയ്യുന്ന അവസ്ഥയിലല്ല. അവിടുന്ന് ബർസഖിന്റെ ലോകത്തേക്കുള്ള യാത്രയായി കഴിഞ്ഞിട്ടുണ്ട് എന്നവർക്കറിയാലോ. അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചില്ല. അതേ അവസരത്തിൽ ഇന്നെന്താണ് ആളുകൾ വിശ്വസിക്കുന്നത്? ഔലിയാക്കന്മാരോട് നമ്മളങ്ങ് വിളിച്ചാൽ അവര് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരും, നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിത്തരും. ജീവിച്ചിരിക്കുമ്പോ മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോ നമ്മൾ ദൂരദിക്കില്ലെന്ന് വിളിച്ചാലും അവര് നമ്മുടെ കാവലിന് അവിടെ എത്തും. അതേപോലെ തന്നെ നമ്മൾ കൈനീട്ടാൻ പറഞ്ഞാൽ അള്ളാന്റെ റസൂലും ഔലിയാക്കളുമൊക്കെ കൈനീട്ടി തന്ന് നമ്മളെ സഹായിക്കും. ഇതല്ലേ റിഫായി മാലക്കാരൻ പറയുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. റിഫായി ശൈഖ് എന്ന് പറയുന്ന ശൈഖിന്റെ കറാമത്തായിട്ട് ഇവിടെ ചില ആളുകൾ പാടുന്നതെന്താ? റിഫായി ശൈഖ്
അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് പോയി നിന്നിട്ട് 2 വരി പാട്ടുപാടിയത്രേ. എന്താണത്രേ പാടിയത്? ഫിഹാലത്തിൽ ബുൾദി റൂഹി കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി. എന്താണ് അവിടുന്ന് പോയി ചൊല്ലിയത്? ഓ നബിയേ, എല്ലാ കൊല്ലവും ഞാൻ അങ്ങയുടെ ഖബറിന്റെ സമീപത്തേക്ക് എൻ്റെ റൂഹിനെയാണ് പറഞ്ഞേക്കാറുള്ളത്. ഇതാ ഇക്കൊല്ലം ഈ സമയത്ത് ഞാൻ എൻ്റെ ശരീരത്തോടു കൂടി തന്നെ നിങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്ന് നിൽക്കുകയാ. അതുകൊണ്ട് എനിക്കൊരു മോഹമുണ്ട്, നിങ്ങളുടെ കൈയൊന്ന് നീട്ടിത്തരാമോ? ഞാനൊന്ന് മുത്തിമണക്കട്ടെ എന്ന അർത്ഥം വരുന്ന ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി. ആ പാട്ടങ്ങ് പാടിത്തീരേണ്ട താമസം അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ പൊട്ടിപ്പിളരുന്നു അത്രേ. മുത്ത് മുസ്തഫ അവിടുത്തെ കൈ എങ്ങനെ പുറത്തേക്കിട്ട് കൊടുത്തുകൊണ്ട്, മോനെ അഹമ്മദുൽ കബീറേ ഇന്നാ ചുംബിച്ചോന്നും പറഞ്ഞിട്ട് കൈ നീട്ടിക്കൊടുത്തോ എന്നും വേറെ ചില കഥകളിൽ പറയുന്നത്, ഖബർ പൊട്ടിപ്പിളർന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് തന്നെ ഖബറിൽ നിന്നിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, ഓ അഹമ്മദുൽ കബീർ റിഫായി എന്ന എൻ്റെ പുന്നാര മോനെ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് ഖബറിലേക്ക് തന്നെ തിരിച്ചുപോയി എന്ന് മാലപ്പാട്ടുകളിലൂടെ, മൗലിദ് കിതാബുകളിലൂടെ മദ്ഹ് എന്ന പേരിൽ റിഫായി ശൈഖിനെ കുറിച്ച് എഴുതി വിടുമ്പോ, ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ശറഫാക്കപ്പെട്ട ശരീരം ഭൂമിപ്പുറത്ത് ഉള്ള അവസ്ഥയിൽ പോലും അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചിട്ടില്ല. മരുമകനും പുതിയാപ്പിളയുമായിട്ടുള്ള 4ാം ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടില്ല. ആരുടേതാ ദീന്? ആര് പഠിപ്പിച്ചതാ ഇസ്ലാം? ആര് പറയുന്നതാ ശരി? ബുദ്ധിയുള്ളവരെ, തൻ്റെ ഇടമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്ക്. ഇനി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ ശേഷം അവിടെ അവിടുന്നത്തേക്ക് ഖബറടക്കിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹാ താമസിച്ചിരുന്ന റൂമിലാണല്ലോ ഖബറൊരുക്കിയത്. ആ ഖബർ അവിടെ വന്നതിൻ്റെ ശേഷം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ ആ റൂമിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. പക്ഷേ ഒരു കർട്ടൻ അങ്ങോട്ട് ഇട്ടു. ആ കർട്ടന്റെ പുറത്ത് ഖബറും അപ്പുറത്ത് ബീവിയും താമസിക്കുകയാണ്. അങ്ങനെ എത്ര കൊല്ലം ആയിഷ റളിയല്ലാഹു അൻഹാ അള്ളാഹിന്റെ റസൂൽ വഫാത്തായിട്ടും ആ റൂമിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ റസൂല് ഇറങ്ങി വന്നിട്ട് ആയിഷ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞോ? ബീവി അങ്ങോട്ട് വല്ല സഹായവും തേടിയോ? ഉണ്ടെങ്കിൽ ഈ ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന നമ്മുടെ ഉമ്മ നമുക്കത് പറഞ്ഞു തരാതെ പോകുമോ? നിങ്ങൾ ആലോചിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുന്നാര മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം അതാ 6 മാസക്കാലം മാത്രമല്ലേ ബീവി ജീവിച്ചുള്ളൂ. ജീവിതകാലത്ത് തന്നെ മകളെ നോക്കി പറഞ്ഞതെന്നാണ്, പൊന്നുമോളെ നീ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. അത്ര സ്നേഹമുള്ള പിതാവിൻ്റെ പുന്നാരമോള് ആയിഷ റളിയല്ലാഹു അൻഹാ മുത്ത മുസ്തഫായുടെ വഫാത്തിൻ്റെ ശേഷം ജീവിച്ച കാലത്ത് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഫാത്തിമ ബീവിക്കുണ്ടായിരുന്നു. ഏതെല്ലാം കാര്യങ്ങൾ അറിയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പൊന്നുപ്പയുടെ ഖബറുണ്ടല്ലോ, ഒന്ന് പോയിട്ടെൻ്റെ ഉപ്പയോട് ചോദിക്കാലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ലല്ലോ. എന്തേ കാരണം? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്
ആയിഷ റളിയല്ലാഹു അൻഹക്ക്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്, അലി റളിയല്ലാഹു അൻഹുവിന്, സഅദ് റളിയല്ലാഹു അൻഹുവിന്, സഈദ് റളിയല്ലാഹു അൻഹുവിന്, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്, തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്, സുബൈർ റളിയല്ലാഹു അൻഹുവിന്. ഇവരുടെയൊക്കെ പേരെന്തിനാ പറയുന്നത്? അവരൊക്കെ സ്വർഗത്തിലാണ് വിശ്വാസികളെ. മുത്തു മുസ്തഫായുടെ തിരുനാവ് കൊണ്ട് പറയപ്പെട്ടവരാണ് ഈ ആളുകളൊക്കെ. ഇവരൊക്കെ എന്തേ മുത്തു മുസ്തഫായുടെ ഖബറിന്റെ സമീപത്ത് പോയിട്ടോ അല്ലാതെയോ യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, ഖുദ് ബിഐദീനാ അദ്രിക്നാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ വിഷമത്തിലാണ് നബിയേ, ഞങ്ങളുടെ കൈപിടിക്കൂ നബിയേ, ഞങ്ങളുടെ പ്രയാസം നിങ്ങൾക്കറിയില്ല നബിയേ, സഹായിക്കണേ നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവരാരെങ്കിലും തേടിയതായ സ്വഹീഹായ ഏത് റിപ്പോർട്ടാണുള്ളത്? പ്രിയമുള്ളവരെ, എന്തേ കാരണം? അവർക്കൊക്കെ അറിയാം സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും വഫാത്തിന്റെ ശേഷം അവിടുത്തോട് നമ്മൾ ഏത് കാര്യത്തിനും വിളിച്ച് തേടിയാലും അതൊക്കെ കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് മുത്ത് മുസ്തഫ എന്ന് അവരാരും വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, എന്തേ ഇത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങനെ മാറി നിൽക്കാൻ എന്താണ് കാരണം? മുത്തുനബി അവരെ പഠിപ്പിച്ചത് അതായിരുന്നു, അതുകൊണ്ടാണ്. അതല്ലാതെ അവർക്കൊന്നും നബിതങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലല്ലോ. നബിതങ്ങളുടെ മുഅ്ജിസത്ത് അവർ പഠിച്ചിട്ടില്ലേ? നബിതങ്ങളുടെ കറാമത്ത് അവർ കണ്ടവരല്ലേ? എന്നിട്ടും എന്തേ അങ്ങനെ ചെയ്തില്ലല്ലോ? ഏറെ പ്രതിസന്ധി ഉണ്ടായില്ലേ പല സഹാബിമാർക്കും? ആ സഹാബിമാര് അതാ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. ശത്രുക്കൾ കൊണ്ടുപോയിരിക്കുകയാണ് കുറേ സഹാബിമാരെ. ആ കൂട്ടത്തിൽ മഹാനായ ആസിം റളിയല്ലാഹു അൻഹു ഉണ്ട്. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളിൽപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ ആസിം റളിയല്ലാഹു അൻഹു പ്രയാസം വന്ന ഘട്ടത്തിൽ അതാ അങ്ങകലെ ദൂരെ അല്ലാഹുവിൻ്റെ റസൂൽ അതാ യാത്ര അയച്ചിട്ടുള്ള ആ സഹാബി ഒരു സംഘത്തിൽ യാത്ര പോയതാണ്. വഴിക്ക് വെച്ച് അദ്ദേഹം ശത്രുക്കൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് കൂടെയുള്ളവരെയും വളഞ്ഞിട്ട് പിടിച്ചിരിക്കുകയാണ്. കൊല്ലാൻ പോകുന്ന നേരത്ത് ആസിം റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് നമ്മളിപ്പോൾ പെട്ടിട്ടുള്ള അപകടത്തിൻ്റെ വാർത്ത അറിയിക്കാൻ, നബിയേ ഞങ്ങളുടെ അവസ്ഥ അങ്ങ് കാണുന്നില്ലേ എന്ന് മദീനയിലുള്ള നബിതങ്ങളോട് അവർ വിളിച്ചു തേടുകയാണോ ചെയ്തത്? അല്ല സഹോദരന്മാരെ, ചരിത്രം പരിശോധിക്ക്. മഹാനായ ആസിം റളിയല്ലാഹു അൻഹു അള്ളാനെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവേ അഖ്ബിർ അന്നാ നബിയക, ഞങ്ങൾ അകപ്പെട്ട ആപത്തിന്റെ കടുപ്പം നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ അല്ലാ. ഈ വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ അകപ്പെട്ടിട്ടുള്ളത്. ഈ വിവരം അള്ളാന്റെ റസൂലിന് അല്ലാഹുവേ നീ അറിയിച്ചു കൊടുക്കണേ എന്ന് അള്ളാഹുവിനെ വിളിച്ച് തേടുന്നു. മറിച്ച് നബിയേ ഞങ്ങൾ അകപ്പെട്ട വിഷമത്തിലാണ് നബിയെ, സഹായിക്കണേ നബിയേ എന്നാണോ ആസിം റളിയല്ലാഹു അൻഹു തേടിയത്? കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു സഹാബി ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കണം. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കളതാ കൊലമരത്തിൽ കയറ്റാൻ പോവുകയാണ്, വധശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ്. ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നു, അള്ളാഹുവിനോട് തേടുന്നു, റഹ്മാനായ റബ്ബിനോട് പറയുകയാണ്, അള്ളാഹുവേ നിന്റെ നബി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അതെത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് ആകുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാ. എന്നാൽ ഞങ്ങളിപ്പോൾ അകപ്പെട്ടിട്ടുള്ള ഈ വിഷമം നിന്റെ നബിക്ക് എത്തിക്കണേ. നിന്റെ നബിയോട് ഞങ്ങളുടെ ഈ പ്രശ്നത്തെപ്പറ്റി നീ ഒന്ന് വിവരം കൊടുക്കണേ അല്ലാ
ഞങ്ങളെപ്പറ്റി എന്തൊക്കെയാ ശത്രുക്കൾ ചെയ്യാൻ പോകുന്നതെന്ന് നീ അവർക്ക് വിവരം കൊടുക്കണേ അല്ലാ എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് എന്തേ തേടാൻ കാരണം? ഹുബൈബ് റളിയല്ലാഹു അൻഹു മുനാഫിക്കായിരുന്നു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് മുത്തു മുസ്തഫയുടെ മുഅ്ജിസത്ത് കറാമത്തിൽ വിശ്വാസമില്ലായിരുന്നുവോ? എന്തേ അല്ലാഹനെ ഏൽപ്പിച്ചത്? മുത്തു മുസ്തഫ ദൂരദിക്കിലാണ്, ഞങ്ങൾ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഓർഡർ ഇല്ലല്ലോ. അവിടുന്ന് ഏത് ഘട്ടത്തിലും റബ്ബിനോട് തേടാനാണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു. അല്ലാഹു വഹയിലൂടെ മുത്തു മുസ്തഫാക്ക് വിവരം കൊടുക്കുന്നു. ഈ ചരിത്രങ്ങളൊക്കെ എന്തിനാ ഞാൻ പറയുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ എവിടെയാണെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ പോലും ഞങ്ങളെ എപ്പോഴും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എപ്പോൾ വിളിച്ചാലും ഉത്തരം ചെയ്യുമെന്ന് സ്വഹാബാക്കൾ പോലും വിശ്വസിച്ചിട്ടില്ല. ആ സ്വഹാബാക്കളാണ് നമ്മുടെ പാരമ്പര്യം, ആ സ്വഹാബാക്കളാണ് നമ്മുടെ നേതാക്കന്മാർ. അവർക്ക് മുത്തു മുസ്തഫയെ കുറിച്ച് അവർ വിശ്വസിച്ചതുപോലെ നിങ്ങളും അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് വിശ്വസിക്കൂ. ഇത് പറയുമ്പോഴാ നമ്മളോട് പറയുന്നത്, നിങ്ങളിവിടെ മുനാഫിക്കീങ്ങളാണ്, നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ വിഡ്ഢിത്തരത്തിന് ഞങ്ങളെ കിട്ടൂല. എന്താ നമ്മുടെ വിഡ്ഢിത്തരം? സഹാബ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിലെ മുനാഫിക്കുകൾ പറഞ്ഞൊരു വാദമായിരുന്നു. അല്ലാഹു തആല പറയുന്നുണ്ട് അന്നത്തെ കപടന്മാരെ കുറിച്ച്, വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ അലാ ഇന്നഹും ഹുമുസ് സുഫഹാഉ വലാകിൻ ലാ യഅലമൂൻ. അവരോട് പറയപ്പെട്ടാൽ സ്വഹാബിമാര് വിശ്വസിച്ചതുപോലെ നിങ്ങളും അല്ലാഹുവിനെ കുറിച്ച് റസൂലിനെ കുറിച്ച് ഒക്കെ നിങ്ങളും വിശ്വസിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും, വിഡ്ഢികളെപ്പോലെ ഞങ്ങൾ വിശ്വസിക്കണോ? അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് മുഴുവൻ സഹാബിമാരും ഇങ്ങനെയാണ് വിശ്വസിച്ചത്. അവർക്ക് മുത്തു മുസ്തഫയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? ബഹുമാനമില്ലാത്തത് കൊണ്ടാണോ? നബിയുടെ കഴിവുകളെ സംബന്ധിച്ച് പഠിക്കാത്തവരാണോ അവര്? ഇനി നോക്കൂ ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പൊന്നുമ്മമാരോട്, പെങ്ങന്മാരോട് ഞാൻ മറ്റൊരു കഥ പറയട്ടെ. ഒക്കെ കഥകളല്ല, നടന്ന സംഭവങ്ങളാണ്. മഹദിയായ അതേ സഹാബ, മഹദികളായ സഹാബ സ്ത്രീകൾ മുത്തു മുസ്തഫക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്നാണോ വിശ്വസിച്ചിരുന്നത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്ന ഒരു സംഭവം കേട്ടോ. അല്ലാഹുവിൻ്റെ റസൂലിനെ ഒരു സഹാബിയതാ വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചിരിക്കുകയാണ്. സഹാബിയുടെ വീട്ടിലേക്ക് ഭക്ഷണം ഒരുക്കിയിട്ട് വേറെയും സഹാബിമാരുടെ കൂട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂലും കടന്നു വന്നിട്ടുണ്ട്. ഭക്ഷണത്തളികയിൽ അതാ സുപ്രയിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്നു. കൊണ്ടുവന്നതെന്താണെന്നോ? നല്ല ഉടുമ്പിൻ്റെ മാംസമാണ്, ഉടുമ്പിനെ ചുട്ട മാംസമാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂലും സഹാബിമാരുമൊക്കെ അതിലേക്ക് തിന്നാൻ വേണ്ടി കൈനീട്ടുകയാണ്. വിരുന്നുകാരല്ലേ, ആദരവോടെ വീട്ടുകാരൊരുക്കി കൊടുത്തതാണ്. മുത്തു മുസ്തഫയും അതിലേക്ക് കൈനീട്ടുന്നു എന്ന കാഴ്ച അകത്ത് ഇത് തയ്യാറാക്കിയ സഹാബ ഉമ്മമാരെ, ആ സഹാബ വനിതകൾ കാണുന്നുണ്ട്. അപ്പോഴതാ കൂട്ടത്തിൽ ഒരു സഹാബ വനിത വിളിച്ചു പറയുകയാണ് വീട്ടിലുള്ള ആണുങ്ങളോട്, കൂട്ടുകാരനായ റസൂലുള്ളയോട് വിവരം കൊടുക്കൂ സഹാബിമാരെ, അത് ഉടുമ്പിന്റെ മാംസമാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മാംസവും കഴിക്കും. പക്ഷേ ചിലർക്ക് ചില മാംസത്തോട് താല്പര്യം ഉണ്ടാവില്ലല്ലോ, അത് ഹറാമായിട്ടൊന്നല്ല. ഉടുമ്പിന്റെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുറ്റുഭാഗത്തൊന്നും കിട്ടാത്തൊരു ജീവിയായിരുന്നു ഉടുമ്പ്. അതങ്ങ് മലമ്പ്രദേശങ്ങളിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ചേലും കോലവും ഒക്കെ കണ്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂലിന് പൊതുവേ ഉടുമ്പിൻ്റെ മാംസത്തോട് താല്പര്യമില്ലായിരുന്നു. അവിടുത്തേക്ക് അത് ഒരു ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണമായിരുന്നു. എന്നാലോ സഹാബിമാർക്കൊക്കെ കഴിക്കാറുണ്ട്, കഴിച്ചോളാൻ അനുവാദവുമുണ്ട്. വ്യക്തിപരമായി നബി തങ്ങൾക്ക് അതിനോടത്ര ഇഷ്ടമില്ല. അള്ളാഹുവിൻ്റെ റസൂല് അവിടെ ഇരിക്കുമ്പോൾ ഇത് പറയുമ്പോഴാണ് ഉള്ളിൽ നിന്ന് സ്ത്രീകൾ വിളിച്ച് പറയുന്നതെന്ത്? നബി
നബിയോട് പറഞ്ഞേക്കൂ, അത് ഉടുമ്പിന്റെ മാംസമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ നബി തങ്ങൾ കൈ പിൻവലിക്കുന്നു. ഞാൻ എന്തിനാ ഈ സംഭവം പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന് അതേ ജീവിച്ചിരിക്കുമ്പോൾ പോലും അതൊക്കെ എനിക്കറിയാം. ഇന്നത്തെ ചില ഔലിയാക്കന്മാരെന്ന് വാദിച്ച് നടക്കുന്ന ആളുകൾ എന്താ പറയാറുള്ളത്? ഞങ്ങൾക്കെല്ലാം അറിയാ, ഞങ്ങൾക്ക് നിങ്ങൾ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമല്ല, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. മുഹീദ്ദിമാല ചൊല്ലുമ്പോ ഈ വരി അതിലില്ലേ ഉപ്പമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ? ശൈഖ് ജീലാനിയെ കുറിച്ച് എന്താ പാടുന്നത്? ഒരു കുപ്പിയിലുള്ള ദ്രാവകം പുറത്തുള്ളവർക്ക് കാണാൻ കഴിയും പോലെ ലോകത്തെല്ലാവരുടെയും ഹൃദയത്തിന്റെ ഉള്ളിലുള്ള രഹസ്യം ഇന്നും ബാഗ്ദാദിലെ ഖബറിൽ മറവിട്ട് കിടക്കുന്ന ജീലാനി കാണുന്നുണ്ടത്രേ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കാണുന്നത് പോലെയാണത്രേ. അദ്ദേഹത്തിന് എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയാമെന്ന് അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല സകല അമ്പിയാക്കന്മാരെ കുറിച്ചും ഔലിയാക്കന്മാരെ കുറിച്ചും ബീവിമാരെന്ന് പറയപ്പെടുന്നവരെ കുറിച്ചുമൊക്കെ ഇവരിങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ സഹാബാ വനിതകൾ മുത്ത് മുസ്തഫയിൽ അവർക്കെന്തേ വിശ്വാസം പോരായിരുന്നുവോ? നമ്മൾ എന്തിനാ വിളിച്ചു പറയുന്നത്? ചുട്ട മാംസം അവിടെ കാണുന്നതിന് മുമ്പന്നെ, പൊരിന്നിറങ്ങണീന്റെ മുമ്പന്നെ നബിക്കറിഞ്ഞൂടെ അവിടെ പാകം ചെയ്തത് എനിക്കിഷ്ടല്ലാത്ത ഉടുമ്പ മാംസമാണ്, അതാണ് ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇവിടെ കഴിക്കാതെ മാറി നിൽക്കുകയാണ് എന്ന് നബി തങ്ങളവിടെ പറയുമെന്നല്ലേ സഹാബാ സ്ത്രീകളും ഒക്കെ മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ഇനി സഹാബാ സ്ത്രീകൾക്ക് വിവരമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണെങ്കിൽ അവിടെയുള്ള സഹാബാ ആണുങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? എന്തിനാ അതൊക്കെ നമ്മുടെ മുത്ത് നേതാവിനോട് പറയുന്നത്? നബിക്കറിയാത്ത കാര്യമുണ്ടോ? അവിടുത്തേക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയുന്ന നേതാവല്ലേ എന്നാണോ സഹാബിമാര് ആ ഉമ്മമാരോട് അകത്തേക്ക് വിളിച്ചു പറഞ്ഞത്? അല്ലല്ലോ, മറിച്ച് നബിയോട് പറയാണ്, നബിയേ അത് ഉടുമ്പിന്റെ മാംസമാണ്. എന്താണ് ഈ സഹാബാ വനിതകളുടെ വിശ്വാസം? ഇതാ പറയുന്നത്, സഹാബത്തിന് അള്ളാന്റെ റസൂലിനോട് ഇഷ്ടല്ലേ, ബഹുമാനമില്ലേ, സ്നേഹമില്ലേ, ആദരവില്ലേ? അവിടുത്തെ മുഅ്സത്തിനെ അവരംഗീകരിക്കുന്നവരല്ലേ? കറാമത്തിനെ തള്ളിക്കളയാത്ത ആളുകളല്ലേ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അപ്പൊ ഈ രൂപത്തിൽ ഇതാണ് നമ്മൾ പറയുന്നത്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുന്ന് കുറേ മറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വരാൻ പോകുന്ന ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വരാൻ പോകുന്ന മഹ്ശറയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് നബിമാര് മുമ്പ് മരിച്ചു കഴിഞ്ഞു പോയവരെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാ പിന്നെ നബി തങ്ങൾ അറിഞ്ഞത്? അല്ലാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തപ്പോൾ അറിഞ്ഞതാണ്. വഹയി കിട്ടാത്ത വിഷയത്തിൽ നബി തങ്ങൾക്കും മറഞ്ഞ കാര്യം അറിയാൻ സാധിച്ചിട്ടില്ല. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ആ മേഖലയിൽ നമുക്കിനിയും പറയാനുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതി ഓർത്തുകൊണ്ട് ബുദ്ധിയുള്ളവർക്ക്, തൻ്റെ ഇടമുള്ളവർക്ക്, വിവേകമുള്ളവർക്ക്, നിഷ്പക്ഷമതികൾക്ക് കാര്യം ഗ്രഹിക്കാൻ എമ്പാടും ഈ സഹാബാക്കളുടെ ചരിത്രം തന്നെ സാക്ഷിയാണല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരാളെയും വിളിച്ചു തേടുവാൻ നമുക്ക് പാടില്ലാത്ത സംഗതിയാണ്. അള്ളാഹുവിനോട് മാത്രം തേടാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയും പറഞ്ഞത്, അവിടുത്തെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ പറയുമ്പോൾ സാധാരണയായിട്ട് പറയും, കണ്ടോ ഇവരതാ മഹാന്മാരെ സംബന്ധിച്ച് ഇവർക്ക് ബഹുമാനമില്ലാത്തത് കൊണ്ടാണ് ഇവർ പലപ്പോഴും അവരുടെ ഖബറിന്റെ സമീപത്തേക്ക് പോകൂല, ഇവർ ഉറൂസിന് വരൂല, ഇവരാണ്ട് നേർച്ചക്ക് വരൂല, ഇവര് ഖബറിന്റെ സമീപത്ത് പോയിട്ട് പെട്ടിയിൽ കാശിടാൻ പാടില്ല എന്ന് പറയുന്നവരാണ്. ജാറം മൂടലിനെ എതിർക്കുന്ന കക്ഷികളാണ്. അവിടത്തേക്ക് നേർച്ച നാളികേരവും തേങ്ങയും അതേപോലെ തന്നെ അരിയും നെയ്ച്ചോറും ബിരിയാണിയും പോത്തും അതുപോലെ തന്നെ ആടും കോഴിയും അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളും പഴക്കുലകളും അങ്ങനെ നാളികേരവും പച്ചക്കറികളും ഇങ്ങനെ നൂറുകൂട്ടം നേർച്ചകളൊക്കെ കൊടുക്കുന്നവരോട്, പ്രിയമുള്ളവരെ, നേർച്ച ഒരു ആരാധനയുടെ ഭാഗമാണ്. സ്രഷ്ടാ
സൃഷ്ടാവായ റബ്ബിന് വേണ്ടിയെല്ലാം നിങ്ങൾ സമർപ്പിച്ചോളൂ. പക്ഷേ ഒരൊറ്റ സൃഷ്ടിക്കും വേണ്ടി നിങ്ങൾ നേർച്ച കൊടുക്കല്ലേ. കാരണം എന്താണ്? ഇങ്ങനെ നേർച്ച കൊടുക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപ്പാപ്പാന്റെ തലക്ക് ഭാഗത്ത് ജാറത്തിലുള്ള പെട്ടിയിലേക്ക് പൈസ ഇട്ടാൽ അവിടെയുള്ള ആ നിലവിളക്കിൽ എണ്ണയൊഴിച്ചിട്ട് ഒരു തിരിയങ്ങ് കത്തിച്ച് വെച്ചാൽ, അതല്ലെങ്കിൽ ആ എണ്ണയിൽ നിന്ന് അല്പമെടുത്ത് കുടിച്ച് തലയിലും ശരീരത്തിലുമൊക്കെ തടവിയാൽ, അതേപോലെ തന്നെ ആ ഖബറൊന്ന് ചുംബിച്ചാൽ, അവിടത്തേക്ക് നേർച്ച കൊടുത്താൽ, ആ വ്യക്തി നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിയുന്നുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്. നമ്മെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിവുമുണ്ട്. ചിലപ്പോൾ നേരിട്ടെന്നെ ഖബറിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടും സഹായിക്കും. ഇതൊന്നും ഞാൻ ആരെക്കുറിച്ചും ആരോപണം പറയുന്നതല്ല. പുത്തമ്പള്ളിയിലെ കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ പേരിൽ ഒരു മൗലീദില്ലേ, ആ മൗലിദിലെടുത്തു നോക്ക്. അതേപോലെ തന്നെ വേറെയും മൗലിദുകളിൽ പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഖബറിന്റെ സമീപത്തേക്ക് ചെന്നാൽ അവർ ചിലപ്പോൾ ഖബറിൽ നിന്നിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവർ സ്വന്തം തന്നെ നമ്മുടെ കാര്യമങ്ങ് നേടിത്തരും, അതങ്ങ് കാര്യങ്ങളൊക്കെ നിവർത്തിച്ചു തരും എന്ന് വിശ്വസിക്കുന്നില്ലേ? അത് പാടി പറയുന്നില്ലേ? അതല്ലേ മൗലിദ് കിതാബിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നത്? ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഏത് ഖബറാണ് ഒരു ചാണിലപ്പുറം ഉയർത്തിയിട്ടുള്ളത്? മുസ്ലിമിൻ്റെ ഖബർ ആരുടെ ഖബറാണെങ്കിലും ഭൂമിയുടെ സമതലത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ലല്ലോ. പിന്നെ എങ്ങനെയാണത് കല്ലുകൾ വെച്ചുകൊണ്ട് ഉയരത്തിൽ പടുക്കുന്നത്? എങ്ങനെയാണ് പിന്നെ കുമ്മായവും പെയിന്റും സിമന്റും ഇടുന്നത്? എങ്ങനെയാണ് അതിന്മേൽ പട്ടുകൊണ്ട് മൂടുന്നത്? എങ്ങനെയാണ് അവിടെ ചന്ദനത്തിരി പുകയ്ക്കുന്നത്? എവിടെയാണ് മുത്ത് മുസ്തഫായുടെ കാലത്തൊരു നേർച്ചപ്പെട്ടി സ്ഥാപിച്ചത്? ബദരീങ്ങളുടെ ഖബറുകൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? വഹദീങ്ങളുടെ ഖബറിൽ അവിടെ ഉണ്ടായിരുന്നില്ലേ? അവിടെയൊക്കെ ആരുടെ ഖബറുകളാ കെട്ടിപ്പടുത്തത്? എവിടെയാ ഉറൂസ് കഴിച്ചത്? എവിടെയാ ആണ്ട് നേർച്ച ഉണ്ടാക്കിയത്? എവിടെയാണ് അവരുടെയൊക്കെ പ്രീതിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയിട്ട് ബിരിയാണിയും അതുപോലെ തന്നെ ഒട്ടകമാംസമോ ആടുമാംസമോ അതുപോലെ തന്നെ അവിടെ വിതരണം നടത്തിയത്? അന്ന് പട്ടിണിയുള്ള സഹാബിമാരില്ലായിരുന്നോ? ഉപ്പാപ്പാന്റെ ഖബറിന്റെ സമീപത്ത് ഉറൂസാണെന്ന് പറഞ്ഞിട്ട് വരവൂരിലെ ഉപ്പാപ്പാന്റെ അടുത്ത് എന്ന് പറഞ്ഞുകൊണ്ടും മറ്റുള്ള പലരുടെയും ദർഗകളിലതാ അവരുടെ ഖബറിന്റെ സമീപത്തും പോയിട്ട് പരിസരങ്ങളിലൊക്കെ ചോറുണ്ടാക്കി കൊടുക്കുന്നതിന്, ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നതിന് വെറുപ്പുണ്ടായിട്ടാണോ മുജാഹിദുകൾ എതിർക്കുന്നത്? ഒരിക്കലുമല്ല. അന്നദാനം എപ്പോഴും ചെയ്തോളൂ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കൽ നല്ലതല്ലേ? പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ ജാറത്തിൽ കിടക്കുന്ന ആരെയാണോ ഇവര് നിരൂപിക്കുന്നത്, സങ്കല്പിക്കുന്നത്, ആ വ്യക്തി ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ ഉപ്പാപ്പാന്റെ നേർച്ചച്ചോറിന്റെ ചെമ്പുമായിട്ട് വനിതാ വളണ്ടിയർമാരും ആണുങ്ങളുമൊക്കെ ഇങ്ങനെ നെട്ടോട്ടമോടിയിട്ട് 3-4 ദിവസമൊക്കെ വരവൂരിലെ ആ മഖാമിന്റെയും ദർഗയുടെയും ചുറ്റുഭാഗത്ത് ബിരിയാണി വെക്കാനും ചോറ് വെക്കാനും പോത്ത് വെക്കാനും അത് വിതരണം ചെയ്യാനും ഒക്കെ ആൾക്കൂട്ടം കൂടുമ്പോ ഉപ്പാപ്പ നോക്കുന്നുണ്ടേ, കാണുന്നുണ്ടേ, കേൾക്കുന്നുണ്ടത്രേ. എന്നിട്ട് അവിടെയുള്ളവര് പറയാണത്രേ ഉപ്പാപ്പയോട്, ഉപ്പാപ്പാ, വല്യാപ്പാ, എത്ര ദിവസമായിക്കൊണ്ട് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നു വല്യാപ്പാ. വീട്ടിലുമ്മാക്ക് സുഖമില്ല വല്യാപ്പാ, ഉപ്പ കിടപ്പിലാണ് വല്യാപ്പാ, ഞങ്ങൾ പാപികളാണ് വല്യാപ്പാ, ഞങ്ങൾക്ക് രോഗമുണ്ട് വല്യാപ്പാ, മക്കളില്ലാത്തവരുണ്ട് ഞങ്ങളിൽ വല്യാപ്പാ, മക്കളെ കെട്ടിച്ചയക്കാൻ പറ്റാത്തവരുണ്ട് വല്യാപ്പാ, ഞങ്ങളെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞാൽ ആ ഉപ്പാപ്പ അത് കേൾക്കുമെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്ന് തിരുവനന്തപുരത്തുകാരനായ ഒരു ബാക്കവി വന്നിട്ട് വരവൂര് മഖാമിന്റെ ആണ്ട് നേർച്ചയിൽ പ്രസംഗിക്കുമ്പോ, പ്രിയമുള്ളവരെ, ആ ഉസ്താദിനോടടക്കമുള്ള എല്ലാവരോടും ഞങ്ങൾക്കൊരു വെറുപ്പുമില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനാണോ?
നിങ്ങൾ ആലോചിക്ക്, ചിന്തിക്ക്. അത് അവരെ കുറ്റം പറയലാണോ? മുത്തു മുസ്തഫായെ വിളിച്ചുകൊണ്ടുപോലും നമുക്ക് നബിയെ രക്ഷിക്കണേ, സഹായിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഉപ്പാപ്പമാരുടേതാണെങ്കിലും ഉമ്മാമ്മമാരുടേതാണെങ്കിലും പൈതലുകളുടേതാണെങ്കിലും പല പേരുകളിൽ നിന്ന് പലയിടങ്ങളിലും ജാറം കെട്ടിപ്പടുക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ആര് മരണപ്പെട്ടാലും അവരുടെ ഖബറടക്കിയാൽ ആ ഖബറിന് കൊടുക്കേണ്ട ബഹുമാനം എന്താണെന്നോ? ഒരു ചാണിലപ്പുറം അത് ഉയർത്താൻ പാടില്ല, അതിന്മേൽ ചവിട്ടാൻ പാടില്ല, ഖബറിന്മേൽ ഇരിക്കാൻ പാടില്ല, മലമൂത്ര വിസർജനം നിർവഹിക്കാൻ പാടില്ല, ഒരു ഖബറിനെയും അനാദരിക്കാൻ പാടില്ല. ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് ഏതെങ്കിലും ഖബർ കെട്ടിപ്പടുക്കാനോ വിളക്ക് കൊളുത്താനോ മുത്തു മുസ്തഫ ബദരീങ്ങളുടെയോ വഹദീങ്ങളുടെയോ ആരുടെ ഖബറിന്റെ സമീപത്താണ് നേർച്ചപ്പെട്ടി വെച്ചത്? അവരുടെ കാലത്ത് പണത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടാണോ? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സഹാബിമാരല്ലേ അന്ന് ജീവിച്ചിരുന്നത്? മുത്തു മുസ്തഫയുടെ വീട്ടിലെപ്പോലും ദാരിദ്ര്യം പ്രകാരമായിരുന്നു, പട്ടിണി. നമ്മുടെ ഉപ്പമാര് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ പോലും 2-3 മാസക്കാലം അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല. കാരണം ഭക്ഷണത്തിന് ആവശ്യമായ ധാന്യങ്ങളൊന്നും ആ വീട്ടിലില്ലാഞ്ഞിട്ട് പച്ചവെള്ളവും കാരക്കയും ഈത്തപ്പഴവും മാത്രം കഴിച്ചിട്ട് മാസങ്ങൾ തള്ളി നീക്കിയ മുത്ത മുസ്തഫയുടെ വീടല്ലേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തുകൊണ്ട് എനിക്കും എൻ്റെ സഹാബാക്കൾക്കും വിശപ്പടക്കാൻ വേണ്ടി ബദരീങ്ങളുടെ ഖബറിന്റെ സമീപത്ത് നമുക്കൊരു പെട്ടി വെച്ചുകൂടെ എന്നൊരു ചിന്ത എന്തേ നബിതങ്ങൾക്കില്ലാതെ പോയത്? അതെന്തേ സഹാബിമാർക്കില്ലാതെ പോയത്? അവർക്കറിയാം ഇസ്ലാമിൽ അങ്ങനെ പാടില്ലെന്ന്. അതല്ലാതെ ആർക്കെങ്കിലും നേർച്ചച്ചോറ് കിട്ടുന്നതിന് ഞങ്ങൾക്ക് വല്ല വെറുപ്പും അസൂയുണ്ടായിട്ടാണോ? നിങ്ങൾ കൊടുത്തോളൂ, വിശക്കുന്നവർക്ക് കൊടുത്തോ. അവിടെ മതം പോലും നോക്കേണ്ടതില്ലല്ലോ. നമ്മുടെ അയൽവാസിയുടെ മതം നോക്കിയിട്ടല്ലല്ലോ അയാൾ വിശക്കുന്നുവെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നത്. ശബരിമലയിലെ കഥ, കറുത്ത തുണിയും അതേപോലെ തന്നെ കറുത്ത കരിമാലകളും ധരിച്ചിട്ട് ഇരുമുടിക്കെട്ടുകളുമായിട്ട് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന എത്രയോ മുസ്ലിമീങ്ങളില്ലേ? അവരിങ്ങനെ കാൽനടയായിട്ട് നമ്മുടെ വീടിന്റെ സമീപത്തുകൂടെ പോകുമ്പോ ഞാൻ നിങ്ങളോട് ഒരു സാങ്കല്പികമായ ഒരു ചോദ്യം പറയട്ടെ. ഏതെങ്കിലും ഒരു സ്വാമിയോ ഒരു സ്വാമിമാരോ അവിടെ അങ്ങ് ഈ വെയിലത്ത് ചൂടത്തങ്ങ് തളർന്നു വീഴുന്നത് കണ്ടാൽ അതൊരു ഹിന്ദുവാണ്, അതൊരു അമുസ്ലിമാണ്, കിടക്കട്ടെ അവിടെ എന്നാണോ നമ്മൾ പറയുക? ഒരിക്കലുമല്ലല്ലോ. അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹം ആചരിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു മനുഷ്യ സ്നേഹിതനാണല്ലോ ആ കിടക്കുന്നത്. അയാൾക്ക് ദാഹമുണ്ടോ? വെള്ളം കൊടുക്കണ്ടേ? എൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ ഒന്ന് മാറ്റിക്കിടത്തിയിട്ട് ഫാനൊന്ന് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഒരൽപ്പം കാറ്റ് കൊള്ളിക്കണ്ടേ? അദ്ദേഹത്തിന് വിശക്കുന്നുവോ? രോഗിയാണോ? ഡോക്ടറെ കാണിക്കാൻ നമ്മുടെ വാഹനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി എന്ന് കാണിച്ചുകൂടെ? ഇതൊക്കെ മാനുഷികമായ കടമകളല്ലേ? അതേ അവസരത്തിൽ അദ്ദേഹം പോകുന്ന ശബരിമലയിലേക്ക് ഞാൻ പോകാറില്ലല്ലോ. ഞങ്ങളുടെ വള്ളിയിൽ എന്നിട്ട് അദ്ദേഹവും നിസ്കരിക്കാറില്ലല്ലോ. അദ്ദേഹത്തെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കാറില്ലല്ലോ. കാരണം എന്താണ്? ഓരോരുത്തർക്കും അവരവരുടെ മതത്തിന്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എനിക്കെന്റെ മതം ആചരിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ അപ്പുറത്തുള്ള സഹോദരന് അവന്റെ മതം ആചരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അതെന്റെ അയൽക്കാരനായാലും കുരിശു ധരിക്കുന്ന ക്രിസ്ത്യാനിയാണെങ്കിലും അതുപോലെ തന്നെ ക്രിസ്തുമസിന്റെ അന്ന് അതേപോലെ തന്നെയുള്ള ഏതെല്ലാം മതപരമായ ചടങ്ങുകൾ ചെയ്യുന്ന ക്രിസ്ത്യാനിയാണെങ്കിലും ആരോടും നമുക്ക് അക്കാര്യത്തിൽ മതപരമായ കാര്യത്തിൽ നമ്മൾ അതിലൊന്നും പോയി കൂടിയാടുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരോട് വെറുപ്പുണ്ടായിട്ടല്ലല്ലോ. നമ്മുടെ പള്ളിയിൽ ബാങ്ക് കേട്ടാൽ നിസ്കാരത്തിന് അവര് വരാത്തതും നമ്മോട് വെറുപ്പുണ്ടായിട്ടല്ലല്ലോ. അവര് തലയിൽ തൊപ്പി ധരിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ പർദ്ദ ധരിക്കും പോലെ അവരുടെ ചേച്ചിമാര് പർദ്ദ ധരിക്കാത്തതിന് നമ്മൾക്ക് അവരോട് വെറുപ്പില്ലല്ലോ. കാരണം അവരുടെ മതത്തിന്റെ ചിട്ടകളാണ് പാലിക്കുന്നത്. ഈ ലോകത്ത് അങ്ങനെ മനുഷ്യർക്കൊക്കെ മാനുഷികമായ നിലക്കുള്ള സ്നേഹങ്ങളുണ്ട്. അത് മതപരമായ നിലക്കല്ല. മതപരമായ കാര്യങ്ങളിൽ ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട്. അത് അവര് വിശ്വസിക്കട്ടെ, അവര് ആദരിക്കട്ടെ.
അതേ അവസരത്തിൽ പരലോക കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ ആചരിക്കുന്ന ആചാരങ്ങൾ അത് ശരിയല്ല എന്ന് അവരോട് സ്നേഹത്തോടെ നമ്മൾ പറയുന്നുണ്ട്. അവർ നമ്മളോടും പറയുന്നുണ്ടാകാം. അതൊക്കെ അവർക്കുള്ള സ്വാതന്ത്ര്യമാണ്, നമുക്കുമുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ നമ്മൾ ഈ ജാറങ്ങളും അതുപോലെ തന്നെ ദർഗകളും പരിപാലിക്കാൻ വേണ്ടി, ആ ജാറം കെട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ഫണ്ട് തരണേ എന്ന് ഇവിടെ ഏതെങ്കിലും അങ്ങനെയുള്ള മരിച്ചുപോയ മഹാന്മാരെന്ന് പറയുന്നവരുടെ ഖബർ കെട്ടിപ്പടുക്കാനും അവിടെ ഉറൂസ് നടത്താനും അവിടെ നേർച്ച നടത്താനും ഒക്കെ ഫണ്ട് ചോദിച്ചു വന്നാൽ നമ്മൾ ആരും കൊടുക്കാറില്ല. കാരണം എന്താണ്? അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറും ഒരു ചാളിലപ്പുറം പടുത്ത് കെട്ടിപ്പടുത്തിട്ടില്ല, അവിടെ ഉറൂസ് നടത്തിയിട്ടില്ല, അവിടെ ജാറം മൂടിയിട്ടില്ല, അവിടെ നേർച്ചപ്പെട്ടി സ്ഥാപിച്ചിട്ടില്ല. ഒരു ഖബറിന്റെ സമീപത്തും മുത്ത് മുസ്തഫ ആടിനെ നേർച്ചയാക്കിയിട്ടോ ഒട്ടകത്തെ നേർച്ചയാക്കിയിട്ടോ അവിടെ അറവ് നടത്തിയിട്ടില്ല, ആണ്ട് നേർച്ച നടത്തിയിട്ടില്ല. ആ വിശ്വാസം ഉറക്കെ പറയുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അതിന് ഫണ്ട് ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കാറില്ല. അതേ അവസരത്തിൽ ആ ആണ്ട് നേർച്ചയുടെ ആള് തന്നെ ഞങ്ങളോട് പറയാണ്, അതാ ഇന്നൊരു വിഷമമുണ്ട്, വീട്ടിൽ ഭക്ഷണത്തിന് പ്രയാസമുണ്ട്, നമ്മൾ കഴിയുന്നത് നമ്മൾ കൊടുക്കൂലേ? അതാരാണ് നോക്കിയിട്ടാണോ കൊടുക്കൽ? അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അവൻ ഏത് ആശയക്കാരനാണ് നോക്കാനല്ലല്ലോ പറഞ്ഞത്. ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മതമുള്ളവനാണോ ഇല്ലാത്തവനാണോ എന്ന് നോക്കിയിട്ടല്ലല്ലോ സഹായിക്കാൻ പറഞ്ഞത്. അതൊരു മനുഷ്യനല്ലേ? ഇങ്ങനെ മാനവികമായ സൗഹാർദ്ദം, മാനുഷികമായ സ്നേഹങ്ങളും അതേപോലെ തന്നെ ബന്ധങ്ങളും കൂടിച്ചേരലുകളുമൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ് മുജാഹിദുകൾ, സലഫികൾ. അങ്ങനെയാണ് മുത്ത് മുസ്തഫ പഠിപ്പിച്ചത്. അതേ അവസരത്തിൽ ഏത് ആശയക്കാരാണെങ്കിലും ഇവിടെ എത്രയോ ആളുകൾ മതത്തിൽ വിശ്വസിക്കുന്നു, ഒരു മതവുമില്ല എന്നും പറയുന്നവരുണ്ട്. ഈശ്വര വിശ്വാസികളുണ്ട്, ഈശ്വര നിഷേധികളായ നിരീശ്വരവാദികളുണ്ട്. അതൊക്കെ ഓരോരുത്തർക്കുമുള്ള സ്വാതന്ത്ര്യമാണ്. ഭൂമിയില്ലതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മരണത്തിന്റെ ശേഷം രക്ഷപ്പെടണമെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ എന്ന സത്യം എല്ലാവരും ഉറക്കെ പറയുന്നു. അത് ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതിലാർക്കാണ് തർക്കിക്കേണ്ട കാര്യമുള്ളത്? അതുകൊണ്ട് അതിൻ്റെ പേരിൽ ആരെങ്കിലും നമ്മളെ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, അതാരോടുമുള്ള വിദ്വേഷമല്ല. കാരണം ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്, പല യാത്രകളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുമൊക്കെ യാത്ര നടത്തുമ്പോൾ നമ്മെക്കുറിച്ച് പലരും പറയുന്നുണ്ട്, ഇവർ ഭീകരവാദികളാ, ഇവർ തീവ്രവാദികളാ, ഇവർ നേർച്ചക്ക് ഫണ്ട് കൊടുക്കൂല, ഉറൂസിന് ഫണ്ട് കൊടുക്കൂല, അതേപോലെ തന്നെ വേലക്ക് പിരിവ് ചോദിച്ചാൽ കൊടുക്കൂല, ഉത്സവത്തിന് കൊടുക്കൂല, ഉറൂസിന് കൊടുക്കൂല. സഹോദരങ്ങളെ, ശരി തന്നെയാണ്, അത് കൊടുക്കാത്തത് അത് നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതല്ലാതെ ആ മനുഷ്യനോട് വെറുപ്പല്ല. മാനുഷികമായിട്ട് പറയുന്ന ഏത് കക്ഷികളാണെങ്കിലും ആർക്കെന്തു പ്രയാസമുണ്ടെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഒരു മൂർഖൻ പാമ്പ് കയറി വരുമ്പോൾ ആ പാമ്പിനെ കൊല്ലാൻ വേണ്ടി ആരൊക്കെയാണ് ഓടിക്കൂടാറുള്ളത് നോക്കിയിട്ടാണോ നമ്മൾ ആ പാമ്പിനെ തല്ലാറുള്ളത്? അത് നമ്മുടെ പൊതുശത്രുവാണ്, കടിച്ചാൽ അപകടകാരിയാണ്. അവിടെ ആരുടെ വീടാണെങ്കിലും ഒരാളെയും അത് കടിക്കാനിടവരരുത്. ഒരു പേപ്പട്ടി ഇറങ്ങിയാൽ ആ പേനായയുടെ പിന്നാലെ കൂടിയിട്ട് ആളുകൾക്ക് അതിൻ്റെ കടിയേൽക്കാതിരിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ടല്ലേ നീങ്ങാറുള്ളത്? ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും അങ്ങനെയല്ലേ? മാനവികതയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയല്ലേ? അതേ അവസരത്തിൽ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഓരോരുത്തർക്കും അവരവരുടേതായ മതമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള മതേതരത്വത്തിൻ്റെ മണ്ണിലാണ്, ഭൂമികയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയതാ അതൊക്കെ ഒരു കൂട്ടർ നടത്തുന്നതിലൊക്കെ ഇക്കൂട്ടരും പൊയ്ക്കോളണം, ഇക്കൂട്ടർ നടത്തുന്നതിലൊക്കെ മറ്റേ കൂട്ടരും വന്നോളണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അതാണ് തീവ്രവാദം, അതാണ് ഭീകരവാദം. നേരെ മറിച്ച്
ഓരോരുത്തരും അവരവരുടേത് നടത്തിക്കോട്ടെ, അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഒരാളെയും നമുക്കെതിരുള്ള ഒരു കാര്യം ഒരാൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആരെയും ആക്രമിക്കാൻ പോകൂല, നമ്മളാരും ആക്രമിക്കാനും വരുന്നില്ല. ഇതല്ലേ ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള മാനവികത, അതല്ലേ മാനവ സൗഹാർദ്ദം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളിവിടെ അള്ളാഹുവിൻ്റെ അഥവാ സൃഷ്ടാവായ റബ്ബുൽ ആലമീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ യഥാർത്ഥമായ ദീനിൽ ജീവിക്കുന്ന കാലത്തോളം ഒരു ഖബറിനെയും ചുംബിക്കാൻ പാടില്ല. ഖബറിനെ ചുംബിക്കലും ഖബർ കെട്ടിപ്പടുക്കലും അതിന്മേൽ മുത്തമിടലുമൊക്കെ ഇസ്ലാമിന്റെ സംസ്കാരമല്ല. അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന നേരത്ത് പോലും എതിർത്തിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ജാറങ്ങൾ ഉണ്ടാക്കലും അവിടെ ആരാധനകൾ സ്ഥാപിക്കലുമൊക്കെ. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തോടെയാണ് അതിനെയൊക്കെ എതിർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്താണോ നമ്മോട് പറയുന്നതെങ്കിൽ ആ വിധത്തിലുള്ള കൃത്യമായ ജീവിതത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതൊക്കെ പറയുമ്പോ പിന്നെയും പറയും, കണ്ടോ ഇവർക്ക് ഔലിയാക്കളോട് വെറുപ്പാണ്, ഔലിയാക്കളെ ഇവർ അംഗീകരിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ദുരാരോപണങ്ങൾ മാത്രമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന നമുക്കൊക്കെ റഹ്മാനായ റബ്ബിനോട് ധാരാളമായിട്ട് ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ എത്രത്തോളം നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ അത്രത്തോളം നമ്മളതൊക്കെ പ്രവർത്തിക്കേണ്ടവരാണ്. അതേപോലെ തന്നെ അതെങ്ങനെയാണ്? കേവലം വാക്കുകളിലൂടെയല്ല. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പള്ളിയില്ലേ, അതെന്തിനുള്ളതാണ്? ഈ നാട്ടുകാരുടെ പള്ളിയാണത്. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എത്രത്തോളം ഒരു അമുസ്ലിമായ സഹോദരന് തോന്നുകയാണ് ഇവിടെ നമ്മുടെ ഈ കരിയന്നൂരിൽ തുറന്നിട്ടുള്ള മസ്ജിദ് തൗഹീദ് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തകന്മാർ ഇരുകയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കൂലേ? നിങ്ങൾ ശുദ്ധിയായി അതെ കാലൊക്കെ കഴുകിയിട്ട്, അത് മുസ്ലിമീങ്ങളും അങ്ങനെ തന്നെയല്ലേ അതിൻ്റെ അകത്തേക്ക് കയറുന്നത്, വൃത്തിയോടുകൂടെ കയറണം. കാണാമല്ലോ, അവർക്കതിന് കാണുന്നതിന് വിരോധമില്ലല്ലോ. അതേപോലെ തന്നെ അവിടെ അതാ ജമാഅത്ത് നമസ്കാരം നടക്കുന്നു. സർവ്വ മുസ്ലിം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ പോയിട്ടല്ലേ നിസ്കരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുവാൻ അതിനുള്ള കേന്ദ്രമാണ് പള്ളി. ആഴ്ചതോറും അവിടെ ആളുകൾ ഒരുമിച്ച് കൂടുന്നു, ജുമാ നടക്കുന്നു. എന്താണ് ഈ പള്ളിയുടെ പ്രത്യേകത? ആ പള്ളിയിൽ വെച്ച് കുത്തുബിയ്യത്ത് ഉണ്ടാകൂല, റാത്തീബ് ഉണ്ടാകൂല. കുത്തുബിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഹീദ്ദീൻ ശൈഖിനെ 1000 വട്ടം വിളിക്കുന്ന ഏർപ്പാടാണ്. യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ശൈഖ് ജീലാനിയെയും മറ്റുള്ളവരെയും ഒക്കെ മൗലിദിലൂടെയും മാലയിലൂടെയും റാത്തീബിന്റെയും ഒക്കെ പേരിൽ, സലാത്ത് മജ്ലിസ് എന്ന പേരിൽ, മജ്ലിസുൻ നൂർ എന്നൊക്കെയുള്ള പേരിട്ടുകൊണ്ട് അവരെയൊക്കെ വിളിക്കുന്ന ചടങ്ങ് പള്ളികളിലും മദ്രസകളിലും ഒക്കെ നടക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ആ മസ്ജിദ് തൗഹീദിൽ നടക്കൂല. എന്തേ കാരണം? മുത്ത് മുസ്തഫ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതല്ലേ ഇത്രയും നേരം ഞാൻ വിശദീകരിച്ചത്. ഇനി അവിടെ ആഴ്ചതോറും നടക്കുന്ന വെള്ളിയാഴ്ച ജുമാ ഖുതുബക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പറഞ്ഞു കൊടുക്കുക. കാരണം അള്ളാഹുവിൻ്റെ റസൂല് നടത്തിയ ഒരൊറ്റ ഖുതുബയും ആ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ പറഞ്ഞിട്ടില്ല. മലയാളമോ ഇംഗ്ലീഷോ തമിഴോ കന്നഡയോ എന്നുള്ളതല്ല പ്രശ്നം. അവിടെ കൂടിയ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അള്ളാന്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കാറാണ് പതിവുള്ളത്. അങ്ങനെ അവർക്ക് ആവശ്യമായ ഉത്ബോധനങ്ങൾ നടത്താറാണ് പതിവുള്ളത്. അതുകൊണ്ട് നമ്മുടെ പള്ളിയിലും ജനങ്ങൾക്ക് ആവശ്യമായ നിലക്ക് ഓരോ കാലത്തും അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. അവിടെ സ്ത്രീകൾക്കും വേണമെങ്കിൽ വരാം, പുരുഷന്മാരെ പോലെ അവർക്ക് നിർബന്ധമില്ല. എന്നാൽ ഒരു സ്ത്രീക്ക് തോന്നുകയാണ് ആഴ്ചതോറും നടക്കുന്ന ഖുതുബ എനിക്കുമെന്ന് കേൾക്കണം. അങ്ങനെ ഒരു സ്ത്രീ ളുഹർ വീട്ടിൽ നിന്ന് ളുഹർ നിസ്കരിക്കുന്നതിന് പകരം പള്ളിയിലേക്ക് ജുമാക്ക് പോയാൽ അവർക്കതാ ഉളുവെടുക്കാൻ പ്രത്യേകം ഇടമുണ്ട്, അവർക്ക് കയറാൻ വഴിയുണ്ട്, അവർക്കിരിക്കാൻ സെപ്പറേറ്റ് റൂമുണ്ട്. അവിടെ ഇരുന്ന് അവരവിടുത്തെ ഉത്ബോധനങ്ങൾ കേട്ട് നിസ്കാരത്തിൽ പങ്കെടുത്തു പോന്നാൽ അവർക്കന്ന് ളുഹർ നിസ്കരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ജുമാ തന്നെ മതിയല്ലോ.
അത് നബി തങ്ങൾ കൊടുത്ത അനുവാദമല്ലേ? മക്കത്തെ പള്ളിയിലും നടക്കുന്നു, മദീനത്തെ പള്ളിയിലും നടക്കുന്നു. പുണ്യമുള്ള പള്ളികളിലെ മൂന്നാമത്തെ പള്ളിയായ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലും ഇത് നടക്കുന്നു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാൻ. ഞങ്ങൾ പള്ളിയുടെ വാതിലുകൾ സ്ത്രീകളുടെ മുമ്പിൽ കൊട്ടിയടക്കുന്ന ആളുകളല്ല. ഇന്ന് പല ആളുകളും പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ കയറ്റുന്നത് എപ്പോഴാ? പള്ളിപ്പണി പൂർത്തിയായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകും. അതെന്തിനാ? നിങ്ങളൊക്കെ പള്ളി കാണാൻ വരണം, കൂട്ടത്തിൽ വരുമ്പോ കവറും കൊണ്ടുവരണം. ഇങ്ങനെ പൈസ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു പള്ളി കാണാൻ കൊണ്ടുപോക്ക്. നമ്മളതല്ല. നിങ്ങൾ വന്നോ, നിങ്ങൾക്ക് നിസ്കരിക്കേണ്ട സമയത്ത് വരണോ? വേണമെങ്കിൽ വന്നോളി, സൗകര്യമുണ്ട് ഇവിടെ, നിങ്ങൾക്കുള്ള സൗകര്യമുണ്ട്. ജുമഅക്ക് വരണോ? വന്നോളൂ. നിർബന്ധിച്ചാരി ആട്ടി പറഞ്ഞാക്കൂല. വീട്ടിൽ നിന്ന് പോണം പള്ളിയിൽ. അത് ആണുങ്ങൾക്കുള്ള നിയമ. പെണ്ണുങ്ങൾക്ക് അങ്ങനെ നിർബന്ധമല്ല. പോയാൽ അവർക്കും കൂലിയുണ്ട്, അല്ലേ നമ്മൾ പറയുന്നുള്ളൂ. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. പിന്നെ എപ്പോഴാ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കയറ്റൽ? മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഫംപുടയിലൊക്കെ പൊതിഞ്ഞിട്ട് മയ്യത്ത് കെട്ടിൽ പള്ളിൻ്റെ ഉള്ളിൽ കയറ്റും. ഇങ്ങനെ രണ്ടവസരത്തിലല്ലാതെ ഏതവസരത്തിലാണ് പെണ്ണുങ്ങൾക്ക് പള്ളിയിലെ കയറ്റാറുള്ളത്? ഇത് നീതിയാണോ? പെണ്ണിന്റെ പൈസ വേണം നിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ, പെണ്ണിന് അതിൻ്റെ ഉള്ളിലേക്ക് നിസ്കാരത്തിന് കയറ്റിക്കൂടാ. മുത്ത് മുസ്തഫായുടെ ഭാര്യമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടും ശേഷം അള്ളാന്റെ റസൂലിന്റെ കാലത്തിരുന്നത് പോട്ടെ. കാരണം കാലത്തിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാതെ ഹിജാബിന്റെ ആയത്തിന്റെ മുമ്പാണ്, ഖുർആനിലെ ആയത്ത് പിന്നെയാ ഇറങ്ങിയത് എന്നൊക്കെ. മുത്ത് മുസ്തഫ വഫാത്തായിട്ട് പിന്നെ ഒരു ആയത്തിറങ്ങുമോ? ഉറപ്പല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം നമ്മുടെ ഉമ്മമാര്, അള്ളാഹിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് റമദാനിന്റെ അവസാനത്തെ 10 ദിവസം പള്ളിയിൽ തന്നെ എഴുത്തിക്കാഫിരുന്നു. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ എന്താ? 10 ദിവസം അവിടെ തന്നെ കൂടലാണ്. ആ 10 ദിവസത്തില് ഒരുപാട് ഫർദ് നിസ്കാരങ്ങൾ വരും. ഒരു ജുമഅ മിനിമവും വരില്ലേ? ഒരു ജുമഅ എന്തായാലും വരൂലേ? അപ്പൊ നിസ്കാരത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര്, ഉമ്മമാര്, അവര് നിസ്കാരത്തിന്റെ സമയമാണ്, നമുക്കിവിടെ പറ്റൂല എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയോ? വെള്ളിയാഴ്ച വന്നപ്പോ ഇന്ന് ജുമയുടെ ദിവസമാണ്, ഞങ്ങൾക്ക് ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയോ? ഇല്ലല്ലോ. ഉമ്മമാരെ, ഉപ്പമാരെ, ഇതൊക്കെ ആർക്കും മനസ്സിലാകൂലേ? അതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം ആഗ്രഹമുള്ള ഉമ്മമാർക്ക് വരണമെങ്കിൽ അതിന് ഈ പള്ളിയിൽ മസ്ജിദുൽ തൗഹീദിൽ അതിനുള്ള അവസരമുണ്ട്. ഇതിനൊക്കെ ഞങ്ങൾ കേൾക്കേണ്ടി വരുന്ന പരിഹാസങ്ങൾ, ആരോപണങ്ങൾ എത്രയാണെന്ന് ഈ വേദിയിൽ വെച്ച് പറയാൻ പോലും കൊള്ളൂല. അത്ര വലിയ വ്യഭിചാരാരോപണങ്ങൾ വരെ ഈ അനുവാദം ഞങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ അതൊക്കെ ഞങ്ങൾ അവഗണിക്കുന്നു. റബ്ബിനറിയാമല്ലോ, പരലോക കോടതിയിലേക്കല്ലേ എല്ലാവരും ഈ പറയുന്നവരും നമ്മളുമൊക്കെ ഒന്നിച്ചു കൂടുക. അവിടുത്തേക്ക് സങ്കടം പറയാറാണ് പതിവുള്ളത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ ശേഷം ദിക്റില്ലാത്തവരാ, ദുആയില്ലാത്തവരാ എന്നൊക്കെ പറയുന്നു. പ്രിയമുള്ളവരെ, നിസ്കാരത്തിന്റെ ശേഷം എത്രയെത്ര ദിക്റുകളാ, എത്രയെത്ര ദുആകളാ. രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങും വരെ ദിക്റില്ലേ, ദുആയില്ലേ, സ്വലാത്തുകളില്ലേ. അതേ അവസരത്തിൽ അതാ നബിയോട് വിളിച്ച് സങ്കടം പറയുന്ന ഇവരുടെ പല സ്വലാത്ത് മജ്ലിസുകളുമുണ്ട്. സ്വലാത്ത് മജ്ലിസ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ തട്ടിപ്പിലാക്കുന്ന പല മജ്ലിസുകളുമുണ്ട്, മജ്ലിസുൻ നൂറുകളുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പോകുമ്പോ അതൊന്നും മുത്ത് മുസ്തഫ പഠിപ്പിച്ച കാര്യമല്ലല്ലോ. എന്നിട്ടും നിങ്ങൾ എന്തേ പെണ്ണുങ്ങളെ കൂട്ടത്തോടെ കൊണ്ടുപോവുകയാണല്ലോ. ഒരു മജ്ലിസിലെയും നിങ്ങൾ പ്രസംഗിക്കാറില്ലല്ലോ. പെണ്ണേ, നീ പുറത്തിറങ്ങിയാൽ ഫിത്നയാണ്, ഇങ്ങോട്ട് വരല്ലേ, ഇങ്ങോട്ട് വരല്ലേ നിങ്ങൾ പറയുന്നില്ല. ഒരു ജാറത്തിന്റെയും ഉറൂസിന്റെയും വയലുകളിൽ പോലും ഒരു മുസ്ലിയാക്കന്മാരും പെണ്ണുങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് വരല്ലേ എന്ന് പറയുന്നില്ല. നിങ്ങൾ വീടിന്റെ ഉള്ളിലിരുന്നാ മതി എന്ന് പറയുന്നില്ല. അതേ അവസരത്തിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ മാത്രം ഹറാമാണ്, അത് കുഴപ്പത്തിന് പോവുകയാണ്, പലവിധ ലക്ഷ്യത്തിന് പോവുകയാണെന്ന ആരോപണം പറയുമ്പോ ഇപ്പറയുന്ന നിങ്ങളും ഞങ്ങളും എല്ലാവരും മരണാനന്തരം പരലോക കോടതിയിൽ വരുന്നൊരു ദിവസമുണ്ട്. അവിടെ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരൂലേ? അതുകൊണ്ട് ആ ദിവസത്തെ ഓർത്തുകൊണ്ട് ജീവിച്ചോ. നല്ല രൂപത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ടല്ലാതെ ഒരു പെണ്ണും പുറത്തിറങ്ങരുതേ. നമുക്ക് നമ്മുടേതായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നിർവഹിക്കാലോ. നമ്മുടെ അലങ്കാരവും ഭംഗിയും കാണിക്കേണ്ടത് അന്യാണുങ്ങളെയല്ലല്ലോ.
നമ്മളോട് മറക്കാൻ പറഞ്ഞ ഇടങ്ങളൊക്കെ ലൂസായ വസ്ത്രം കൊണ്ട് മറച്ചിട്ടല്ലേ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അന്യാണുങ്ങളോട് കൊഞ്ചിക്കൊഴഞ്ഞ് വർത്താനം പറയണ്ട, ചാറ്റിങ് നടത്തണ്ട. ലഹരിയുടെ കാലമാണ്. ആരൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെയാ തോന്നുക എന്നറിയാത്ത കാലമാണ്. 16കാരനായ +2 വിദ്യാർത്ഥി 14കാരിയായ 9ാം ക്ലാസ്സുകാരിയായ തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൈകൾ പറകോട്ട് കൂട്ടിക്കെട്ടിയിട്ട് അതാ തൊടികപ്പുലത്തുള്ള റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ട വാർത്ത പേർത്തും ഇന്ന് ചാനലുകൾ എത്രയാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മമാരെ, എന്തേ നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നത്? അവർ ലഹരിയുടെ അടിമകളായി പോകുന്നു, പലപ്പോഴും MDMA-യുടെ അടിമകളായി പോകുന്നു, പലപ്പോഴും മയക്കുമരുന്നിന്റെ ആളുകളായി പോകുന്നു. വഴിവിട്ട ബന്ധങ്ങളിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ പോകുന്നു, ആൺകുട്ടികൾ പോകുന്നു. അതേ കണക്കല്ലാത്ത സ്വാതന്ത്ര്യം. ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ചെറുപ്പത്തിലേ അങ്ങവരെ അഴിച്ചു വിടുകയാണ്. ഫോൺ മുന്തിയത് അവരുടെ കൈകളിൽ കൊടുക്കുകയാണ്. അവരൊറ്റക്ക് വാതിലടച്ച് വീടുകളിൽ ഇരിപ്പാണ്. സ്റ്റഡി ടൂർ എന്ന പേരിൽ അവർ ലൈറ്റുകൾ ഇട്ടുകൊണ്ട് കൂത്താട്ടമാടുന്ന വാഹനങ്ങളിലൂടെ അവർ പല ദിക്കുകളിലേക്ക് പലയിടങ്ങളിലേക്ക് ടൂർ പോവുകയാണ്. ചോദിച്ചാൽ പറയും ഇതെന്റെ ആൺസുഹൃത്താ, ചോദിച്ചാൽ ഇപ്പൊ കിട്ടിയ പേരാണ് പെൺസുഹൃത്ത്, ബെസ്റ്റി എന്നൊക്കെയുള്ള ചില ഓമന പേരിട്ടുകൊണ്ട് നമ്മുടെ മക്കളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ഈ നടക്കുന്ന കൊലപാതകങ്ങളിലും ഒളിച്ചോട്ടങ്ങളിലും അതേപോലെയുള്ള ബലാത്സംഗങ്ങളിലുമൊക്കെ നമുക്കും പങ്കില്ലേ? രക്ഷിതാക്കളായ നമുക്കങ്ങനെ പെട്ടെന്ന് കൈ കഴുകി രക്ഷപ്പെടാനാകുമോ? പരിശുദ്ധ ഖുർആൻ നമ്മളോടെന്താ പറഞ്ഞൊരു? വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിയില്ലെന്ന് കാത്തുകൊള്ളണമെന്ന് മാത്രമാണോ? നിങ്ങളുടെ ഭാര്യമാരെ നോക്കണേ, നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കണേ. കാരണം ഈ മരണം കൊണ്ടൊന്നും തീരൂല, ആത്മഹത്യ ചെയ്തതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. പരലോകത്ത് കത്തിയാളുന്ന നരകമാണ്, അവിടെ കാലാകാലം ശിക്ഷയാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ ഉപ്പയുണ്ടാവില്ല, ഉമ്മയുണ്ടാവില്ല, മക്കളുണ്ടാവില്ല, ആരുമുണ്ടാവില്ല. പാപ്പാക്ക് ഉമ്മയെ വേണ്ട, ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട, മക്കൾക്ക് ബാപ്പയെ വേണ്ട, മക്കൾക്ക് ബാപ്പയെ വേണ്ട. എന്നിട്ടാണോ മക്കൾ ആവശ്യപ്പെടും പോലെ മൊബൈലും കൊടുത്ത് അവരിഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഇറുകിയ പാൻറ്റും ധരിച്ച് അതേപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ അന്യാണുങ്ങളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് അഴിഞ്ഞാടാൻ വിടുമ്പോ ഈ മക്കൾ നാളെ പരലോക കോടതിയിൽ നമുക്കെതിരെ തിരിഞ്ഞു കൊത്തുമ്പോ അവിടെ നമുക്ക് സഹായിക്കാൻ ആളുണ്ടാകുമോ? ഉണ്ടാകുമോ? പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കളെ അങ്ങോട്ട് സ്വാതന്ത്ര്യത്തിൽ അഴിച്ചു വിട്ടിട്ട് പിന്നെ അപകടം പറ്റിയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ നിന്ന് തന്നെ നോക്കേണ്ടത് നമ്മൾ നോക്കണ്ടേ? വിവാഹവേദികളിൽ പോലും കൂത്താട്ടങ്ങളല്ലേ നടക്കുന്നത്? ഒരു കല്യാണത്തിന് പോലും, പ്രത്യേകിച്ച് മാപ്പിള കല്യാണം, മുസ്ലിമീങ്ങളെന്ന് പറയുന്നവന്റെ കല്യാണത്തിന് പോകാൻ പോലും കഴിയാത്തത്ര തിമർത്താടുന്നു. ആണും പെണ്ണും ഇങ്ങനെ അവരുടെ എല്ലാ ശരീരങ്ങളും കൊണ്ട് ആടിപ്പാടി അന്യാണുങ്ങൾ കൂടുന്നിടത്ത് അതാണും പെണ്ണുമൊക്കെ സ്റ്റേജിലേക്ക് കയറിയിട്ട് പുതുപെണ്ണും പുതിയാപ്പിളയും അടക്കം തുള്ളിച്ചാടിക്കൊണ്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന അതേപോലെയുള്ള നൂറുകണക്കിന് കാര്യങ്ങൾ പന്തലിലും ഓഡിറ്റോറിയങ്ങളിലും വെച്ച് നടന്നു പോകുമ്പോ, അതങ്ങനെ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുമ്പോ അരുത് മക്കളെ. വിവാഹം എന്ന് പറയുന്നത് അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്താണ്. മോനൊരു പെണ്ണിനെ കിട്ടി, മോൾക്കൊരു പുതിയാപ്പിളയെ കിട്ടിയത് റബ്ബ് തരുന്ന നിഅമത്താണ്. ആഗ്രഹിച്ചിട്ടും വിവാഹം നടക്കാത്ത എത്രയെത്ര ആണുങ്ങളാ, എത്രയെത്ര പെൺകുട്ടികളാ. എനിക്കെൻ്റെ റബ്ബൊരു മരുമോനെ തന്നല്ലോ, ഒരു മരുമോളെ തന്നല്ലോ. ആ അനുഗ്രഹം ഓർത്ത് റബ്ബിനോട് നന്ദി പറയേണ്ട ദിവസം നിക്കാഹ് കഴിയുമ്പോഴേക്ക് തുള്ളിച്ചാട്ടം നടത്തിയിട്ട് അതിൻ്റെ മുമ്പ് കുറേ അറബ് നൈറ്റും അതുപോലെ തന്നെ പാകിസ്ഥാനി നൈറ്റും പഞ്ചാബി നൈറ്റും അതുപോലെ തന്നെ മഞ്ഞക്കല്യാണവും പിന്നേതാ വ്യത്യസ്തങ്ങളായ പേരിലുള്ള പല വിധത്തിലുള്ള മെഹന്തിയും ഹൽദിയും പല പേരിലങ്ങനെ കൂത്താട്ടങ്ങൾ നടത്തിയിട്ട് തൻ്റെ പെണ്ണിൻ്റെ എല്ലാ ശരീരത്തിൻ്റെ സൗന്ദര്യവും മാലോകര് കണ്ടാസ്വദിച്ചോട്ടെ
എന്ന നിലക്ക് അത് ആൽബങ്ങളാക്കിയിട്ട് നെറ്റിലും അങ്ങ് അപ്ലോഡ് ചെയ്യുമ്പോ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിലേക്ക് നമ്മുടെ മക്കളെ ഇങ്ങനെ കൊത്തിവലിക്കാൻ ഇട്ട് കൊടുക്കണോ ഉമ്മമാരെ? റഹ്മാനായ റബ്ബിനത് ഇഷ്ടപ്പെടുമോ? ഇതൊക്കെ പറയുമ്പോ ഇതെല്ലാവരും ചിന്തിക്കണം. ഇതൊക്കെ എല്ലാവർക്കും അംഗീകരിക്കേണ്ട കാര്യമല്ലേ? പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ അതിനൊന്നും ചെവി കൊടുക്കൂല. അതൊക്കെ മക്കളാണ്, അതൊക്കെ അവർ ചെയ്യാണ്, ഞങ്ങളെന്ത് ചെയ്യാനാണ്? ഇപ്പോഴത്തെ ന്യൂജനാണ്, അവരുടെ ഇഷ്ടമല്ലേ വലുത്. അതൊക്കെ പറയുന്ന ബാപ്പ ഉമ്മ നിങ്ങളല്ലേ പൈസ ചെലവഴിക്കുന്നത്? അത് നിങ്ങൾക്ക് പരലോക കോടതിയിൽ അള്ളാനോട് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന മറുപടിയാണോ? നിങ്ങൾ ചെലവാക്കിയ പൈസയുടെ ഓരോ കണക്കും റബ്ബിന്റെ കോടതിയിൽ നിങ്ങളല്ലേ പറയേണ്ടി വരുന്നത്? എത്രയെത്ര മക്കളാണ്, ആൺമക്കളാണ്, പെൺമക്കളാണ് പ്രായമായ ഉമ്മയെ കരയിപ്പിക്കുന്നത്, ഉപ്പയെ കരയിപ്പിക്കുന്നത്. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആ ഉമ്മാക്ക് ഇഷ്ടല്ല, ഉപ്പാക്ക് ഇഷ്ടല്ല. അവർക്ക് പടച്ചോനെ പേടിയുള്ളവരാണ്, നല്ല വിശ്വാസികളാണ്. എന്നിട്ട് അവരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ മനസ്സ് അന്നത്തെ ദിവസം കരയാണ്. എൻ്റെ മോൻ ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ മോള് കല്യാണ ദിവസം ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ, ഞാൻ എതിർക്കുന്ന കാര്യം എൻ്റെ മക്കൾ കാട്ടിക്കൂട്ടുന്നുവല്ലോ എന്ന്. എത്ര ഉമ്മമാര് കല്യാണ സദസ്സില്ലെന്ന്, എൻ്റെ മോൻ്റെ കല്യാണമല്ലേ, എൻ്റെ മോൾ ഇറങ്ങിപ്പോകുന്ന ദിവസമല്ലേ എന്നോർത്തിട്ട് സങ്കടത്തോടെ മനസ്സ് വേദനിച്ചിട്ട് അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടാകും നോക്കുകുത്തിയായിട്ട്. ആ വേദനക്ക് നിങ്ങൾ എവിടെ മറുപടി പറയും മക്കളെ? ആ കണ്ണുനീര് നിങ്ങൾ എവിടെ വെച്ചാണ് കഴുകിക്കളയുക? അതുകൊണ്ട് റബ്ബിനെ ഓർക്കണേ. ആ റബ്ബ് പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഉമ്മമാരെ വെറുതെ വിടണേ, ഉപ്പമാരെ വെറുതെ വിടണേ. നിങ്ങൾ ആലോചിക്കൂ എത്രത്തോളം ഗൗരവമാണ്. അതുകൊണ്ട് വിവാഹത്തിന്റെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നമ്മുടെ വീടുകളിൽ നടക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മുടെ സക്കാത്തും നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളും ഏതേത് വിഷയങ്ങളിലും ഒക്കെ നമ്മളെപ്രകാരമാണോ മുന്നോട്ട് പോകേണ്ടത്? അപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ട് ഈ നാടിൻ്റെ വെളിച്ചമായി നിങ്ങൾ ദീനെന്താണെന്ന് ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളുമൊക്കെ ആഴ്ചതോറും നടക്കുന്ന ഹുതുബകളിലൂടെ, ഇവിടെ ഉസ്താദുമാർ നടത്തുന്ന ഖുർആൻ ക്ലാസ്സുകളിലൂടെ, ഹദീസ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായ നിലക്ക് എന്താണ് ഇസ്ലാം എന്ന് പഠിച്ച് അങ്ങനെ തന്നെ ജീവിക്കണേ. അതല്ലാതെ പരലോകത്തെത്തുമ്പോൾ വിലപിച്ചിട്ട് കാര്യമുണ്ടാവില്ല എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വിജയിക്കാൻ എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെട്ട നൂറുകണക്കിന് ആളുകളുണ്ട്, പ്രയാസം സഹിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇതിനുവേണ്ടി ഇവിടെ ഈ സ്ഥലം അനുവദിച്ചിട്ടുള്ള ഒരു അമുസ്ലിം സഹോദരനാണ് എന്നവരെ എനിക്കിവിടെ വന്നപ്പോൾ കേൾക്കാൻ സാധിച്ചു. ആരൊക്കെ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തിട്ടുള്ളവരാണ്. അള്ളാഹുവിനോട് എല്ലാവരുടെയും നന്മക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഈ പള്ളി നിങ്ങളുടെ പള്ളിയാണ്. നിങ്ങൾക്ക് പങ്കെടുക്കാം, കാര്യങ്ങൾ പഠിക്കാം, വിലയിരുത്താം, മനസ്സിലാക്കാം. അങ്ങനെ നമ്മുടെ അന്ത്യം നന്നാകുവാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ആ നിലക്ക് റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മളിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുക്കൾ, പല ആളുകളും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അല്ലാഹു അവരുടെയൊക്കെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.